Hello everyone, welcome to another video lecture of Sustainable Engineering. Sustainable Engineering മൊഡ്യൂൾ 4 ആണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. KTU സിലബസിൽ വരുന്ന MCN201 എന്നുള്ള സബ്ജക്റ്റ് കോഡിലെ സെമസ്റ്റർ 3 എല്ലാ ബ്രാഞ്ചിനും കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ് സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്. അപ്പോൾ സസ്റ്റൈനബിൾ എഞ്ചിനീയറിങ്ങിൻ്റെ മൊഡ്യൂൾ 4 സിലബസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഫെമിലിയർ ആയിരിക്കുന്ന കുറേ ടോപ്പിക്സാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ പ്രീ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു 9 വീഡിയോസിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ ഈ ഒറ്റ മൊഡ്യൂൾ 4 എന്നുള്ള സിംഗിൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ചില വീഡിയോസിൽ മൈക്ക് ഇഷ്യൂസ് ഉണ്ട്, നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക. സൗണ്ട് കുറവുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. എല്ലാ വീഡിയോസും ഞാൻ കമ്പൈൻ ചെയ്തിട്ടാണ് ഒറ്റ വീഡിയോ ആക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കും 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ സിലബസിനെ ഒരു ക്വിക്കായിട്ട് നമ്മൾ കണ്ടൻസ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ സിലബസ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ബേസിക് കോൺസെപ്റ്റ് ഓഫ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി, സോളാർ എനർജി, ഫ്യൂവൽ സെൽ, വിൻഡ് എനർജി, ഹൈഡ്രോ പവർ, ബയോഫ്യൂവൽസ് ആൻഡ് എനർജി ഡിറൈവ്ഡ് ഫ്രം ഓഷ്യൻ. ഇത്രയും ടോപ്പിക്സാണ്. എല്ലാം ജനറലായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്ന ടോപ്പിക്സാണ് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം ഓരോന്നും എന്താണെന്ന്. സോ നമ്മൾ എനർജി എന്നുള്ളൊരു പാരാമീറ്ററാണ് പറയുന്നത്. നിങ്ങൾ നോക്കുക, എനർജിയെക്കുറിച്ച് കുറേ പോയിൻറ്റ്സ് പറയുന്നുണ്ട്. എനർജി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ. It is the basic input required to sustain economic growth. There is a direct relationship between a level of economic development and per capita energy consumption. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ റിലേറ്റ് ചെയ്യുന്നത് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറിനെയും എനർജിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് എനർജിയിൽ വരിക എന്നത്, എന്തൊക്കെ സോഴ്സസ് ആണ് എനർജിയിൽ വരിക എന്ന് നോക്കാം. സോ ദർ ആർ 2 types of basic sources. This is conventional energy sources and non conventional energy sources. എന്താണ് ഈ ഡെഫിനേഷൻസ് ഒക്കെ നമുക്ക് പറയാം. കൺവെൻഷണൽ എനർജി സോഴ്സിന് നമുക്ക് 2 ക്ലാസ് ചെയ്യാം, കൊമേഴ്ഷ്യലും നോൺ കൊമേഴ്ഷ്യലും. കൊമേഴ്ഷ്യലിൽ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോൾ, പെട്രോളിയം, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ കൊമേഴ്ഷ്യൽ എനർജി സോഴ്സസ് ആണ്. നോൺ കൊമേഴ്ഷ്യലിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫയർവുഡ്, അതുപോലെ ഡ്രൈഡ് ഡങ്. എന്താണ് ഡ്രൈഡ് ഡങ് എന്ന് പറഞ്ഞാൽ ചാണകത്തിൻ്റെ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഫ്യൂവലാണ് അല്ലെങ്കിൽ എനർജിയാണ് ഡ്രൈഡ് ഡങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം 1 by 1 ആയിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ് എനർജി എന്നുള്ള പാരാമീറ്റർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് എനർജി പറഞ്ഞു. അപ്പോൾ നമ്മൾ മൊത്തം നമ്മുടെ ഓവറാൾ ഇന്ത്യയിൽ എനർജി കൺസംഷൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ 48% എനർജി നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് കോൾ അല്ലെങ്കിൽ കൽക്കരിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ 26% എനർജി കൺസംഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പെട്രോളിയം പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ്. അതുപോലെ 14% എനർജി കൺസ്യൂം ചെയ്യുന്നത് നോൺ കൺവെൻഷണൽ എനർജിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ 7% എനർജി നാച്ചുറൽ ഗ്യാസസിന് വേണ്ടി കൺസംഷൻ ചെയ്യുന്നു. അതുപോലെ 5% എനർജി ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി കൺസ്യൂം ചെയ്യുന്നു. ഇത്രയും ആണ് എനർജിയുടെ പെർസെൻറ്റേജ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് കൺവെൻഷണൽ എനർജി എന്നാണ്. നമുക്ക് ഓൾറെഡി അറിയാം കൺവെൻഷണൽ എനർജി അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി വെൻ വി കനോട്ട് റീയൂസ് എ സോഴ്സ് ഓഫ് എനർജി ആഫ്റ്റർ യൂസിങ് ഇറ്റ് വൺസ് വി ക്യാൻ കോൾ ദി കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഓർ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. അപ്പോൾ ഒരു തവണ യൂസ് ചെയ്ത എനർജിയെ റീയൂസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് കൺവെൻഷണൽ എനർജി അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി എന്ന് പറയാം. ഇതിലൊരു എക്സംഷൻ ഉണ്ട്. എക്സെപ്റ്റ് ഒരു എനർജിയെക്കുറിച്ച് മാത്രം ഇതിൽ സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട്. എക്സെപ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഒഴികെയുള്ള ബാക്കി എല്ലാ കൺവെൻഷണൽ എനർജീസും എന്താണ്? റീയൂസ് ചെയ്യാൻ പറ്റാത്ത എനർജീസാണ്. ഹൈഡ്രോ ഇലക്ട്രിക് നമുക്ക് ശരിക്കും പറ്റുമല്ലോ. ഹൈഡ്രോ ഇലക്ട്രിക് എന്നുള്ളതിൽ എക്സെപ്ഷണൽ കേസാണ്. ഹൈഡ്രോ ഇലക്ട്രിക് നമുക്ക് എന്താണ്? വാട്ടർ അല്ലേ, അത് നമുക്ക് റീയൂസ് ചെയ്യാമല്ലോ. ദർ ആർ ഫർദർ ക്ലാസിഫൈഡ് ആസ് കൊമേഴ്ഷ്യൽ ആൻഡ് നോൺ കൊമേഴ്ഷ്യൽ സോഴ്സ് ഓഫ് എനർജി. എന്താണ് കൊമേഴ്ഷ്യൽ നമുക്ക് നോക്കാം. ദർ ആർ കോൾ, പെട്രോളിയം ആൻഡ് ഇലക്ട്രിസിറ്റി. These are called commercial energy because they have price and consumer has to pay the price to purchase them. അപ്പോൾ അത് വാങ്ങാൻ ഒരു ഹൈ കോസ്റ്റ് നമ്മൾ വാങ്ങുന്നവർ കൊടുക്കുകയാണെങ്കിൽ, എനർജി യൂസ് ചെയ്യാൻ നമുക്കൊരു ഹൈ കോസ്റ്റ് ആവശ്യമാണെങ്കിൽ അത് നമുക്ക് കൊമേഴ്ഷ്യൽ എനർജി എന്ന് പറയാം. അപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ എനർജി പറഞ്ഞു. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കോൾ അല്ലെങ്കിൽ കൽക്കരിയാണ്. കൽക്കരി എന്ന് പറയുന്നത് ഒരു മേജർ സോഴ്സ് ഓഫ് എനർജിയാണ്. അപ്പോൾ ഇതിൽ കൽക്കരി ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് മൊത്തം കൽക്കരി ഉൽപ്പാദനത്തിൻ്റെ 3rd റാങ്കാണ് ഇന്ത്യക്ക് എന്ന് പറയുന്നുണ്ട്. അതിൽ കുറേ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഫസ്റ്റ് സോഴ്സ് ഓഫ് എനർജി അല്ലെങ്കിൽ
കൽക്കരി എന്ന് പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ സോഴ്സ് ഓഫ് എനർജി നോക്കാം. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആണ് സെക്കൻഡ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ദീസ് ഡേയ്സ് ഓയിൽ ഈസ് കൺസിഡർഡ് ആസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് എനർജി ഇൻ ഇന്ത്യ ആൻഡ് ദി വേൾഡ്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ, ട്രെയിനിൽ കുറേ എക്സാമ്പിൾസ് പറയുന്നുണ്ട് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കേസസ്. സോ ഇന്ത്യ റാങ്ക് തേർഡ് ഇൻ ഓയിൽ കൺസംഷൻ വിത്ത് 195 ബില്യൺ ടൺസ് ഇൻ 2015 ആഫ്റ്റർ USA ആൻഡ് ചൈന. ഇത് 2015 കണക്കെടുപ്പാണ്. അത് പ്രകാരം ഇന്ത്യയാണ് മൊത്തം ഓയിൽ പ്രൊഡക്ഷനിൽ, ഓയിൽ കൺസംഷനിൽ വേൾഡിൽ തേർഡ് റാങ്കിലിരിക്കുന്നത് ഇന്ത്യയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ അടുത്ത സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ഹൈഡ്രോ ഇലക്ട്രിക് ആണ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഈസ് കോമൺ ആൻഡ് പോപ്പുലർ സോഴ്സ് ഓഫ് എനർജി. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ ആൻഡ് ഡൊമസ്റ്റിക് പർപ്പസ്. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് ദ ഗ്രോസ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ബൈ യൂട്ടിലിറ്റീസ് ഈസ് ഇന്ത്യ ബിക്കം വേൾഡ് തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ദി ഇയർ 2013 വിത്ത് 4.8% ഗ്ലോബൽ ഷെയർ ഇൻ ഇലക്ട്രിസിറ്റി ജനറേഷൻ, സർപ്പേസിങ് ജപ്പാൻ ആൻഡ് റഷ്യ. ജപ്പാനും റഷ്യക്കും ശേഷം ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ കണക്കുകളൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 3 എനർജീസ് നമ്മളിപ്പോൾ പറഞ്ഞു. കോൾ എന്താണ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് എന്താണ്, ഇലക്ട്രിസിറ്റി എന്താണ്. ഓക്കെ, അടുത്തത് നിങ്ങൾ നോക്കുക നോൺ കൊമേഴ്ഷ്യൽ എനർജി സോഴ്സസ്. നോൺ കൊമേഴ്ഷ്യൽ എനർജി സോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം കൊമേഴ്ഷ്യൽ എനർജി സോഴ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ദീസ് സോഴ്സസ് ഇൻക്ലൂഡ് ഫ്യൂവൽ വുഡ് ആൻഡ് ഡ്രൈ ഡങ്. These are commonly used in rural India. According to an estimate, the total availability of fuel wood in India was only 15 million tons in a year. It is less than 50% of total requirement. In coming years, there would be a shortage of firewood. Agriculture waste like straw are used as fuel for cooking purposes. According to one estimate, agriculture waste for fuel might be 65 million ton. Animal dung when dried is also used for cooking purposes. ഇതിൽ പറയുന്നുണ്ട് 2 ടൈപ്പ് നോൺ കൊമേഴ്ഷ്യൽ എനർജി സോഴ്സസ് ഉണ്ട്. ഒന്ന് ഡ്രൈഡ് ഡങ്, ഉണക്കിയ ചാണകമാണ് ഡ്രൈഡ് ഡങ് എന്ന് പറയുന്നത്. അതുപോലെ ഇനിയും ഒരുപാട് സോഴ്സസ് നമുക്ക് പറയാം. മരം ഒരു നോൺ കൊമേഴ്ഷ്യൽ എനർജി സോഴ്സസ് ആയിട്ട് പറയാം. അപ്പോൾ വുഡ് അല്ലേ, അതുപോലെ ഇതിലൊരുപാട് അഗ്രികൾച്ചർ വേസ്റ്റസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നോൺ കൊമേഴ്ഷ്യൽ എനർജി സോഴ്സസിന് എക്സാമ്പിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് കൊമേഴ്ഷ്യൽ, എന്താണ് നോൺ കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജനറലി നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് നോക്കുക. നമ്മളതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കൺവെൻഷണൽ എനർജി എന്താന്ന് പറഞ്ഞു, കൊമേഴ്ഷ്യലും നോൺ കൊമേഴ്ഷ്യലും എന്താന്ന് പറഞ്ഞു, കോളും പെട്രോളിയം ഇലക്ട്രിസിറ്റി എന്താന്ന് പറഞ്ഞു, ഫയർവുഡും ഡ്രൈഡ് ഡങ്കും എന്താന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് കൺവെൻഷണൽ എനർജി സോഴ്സസ്. നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്താണ്? നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന എനർജീസ് ഒക്കെ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആണ്. അതിന് എക്സാമ്പിൾ പറയാൻ പറ്റും. ഒന്ന് സോളാർ, ഒന്ന് വിൻഡ്, ഒന്ന് ടൈഡൽ, ഒന്ന് ബയോ എനർജി, ഒന്ന് എനർജി ഫ്രം അർബൻ വേസ്റ്റ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. പക്ഷേ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്ന് സോളാർ അല്ലേ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. സോളാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എനർജി പ്രൊഡ്യൂസ്ഡ് ത്രൂ ദി സൺലൈറ്റ് ഈസ് കോൾഡ് സോളാർ എനർജി. എന്താണ് സോളാർ എനർജി എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അടുത്താണ് വിൻഡ് എനർജി. വിൻഡ് എനർജി എന്ന് പറഞ്ഞാൽ ദ ടൈപ്പ് ഓഫ് എനർജി ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഹാർനസിങ് ദ വിൻഡ് പവർ. ദിസ് ഈസ് കോൾഡ് വിൻഡ് എനർജി. അടുത്താണ് ടൈഡൽ എനർജി. ടൈഡൽ എനർജി എന്താ? എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ എക്സ്പ്ലോയിറ്റിംഗ് ദി ടൈഡൽ വേവ്സ് ഓഫ് ദി സീ ഈസ് കോൾഡ് ടൈഡൽ എനർജി. അടുത്തതാണ് ബയോ എനർജി. ബയോ എനർജി എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ബയോ എനർജി വരും, ബയോഗ്യാസും ബയോമാസ് എന്ന് പറയുന്നതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളതാണ്. അതുപോലെ എനർജി ഫ്രം അർബൻ വേസ്റ്റ്. അർബൻ വേസ്റ്റ് എന്നുള്ള എനർജി എന്ന് പറയുന്നതാണ് അടുത്ത ടൈപ്പ്. അപ്പോൾ ഇത്രയും എനർജി സോഴ്സസ് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ നോൺ കൺവെൻഷണൽ എനർജീൻ്റെ ബേസിക് ഡെഫിനേഷൻ പഠിച്ചു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് എ സോളാർ എനർജി. സോ സോളാർ എനർജിയുടെ ബേസിക് അപ്ലിക്കേഷൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വർക്കിംഗ് ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സോളാർ എനർജി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത്
സോളാർ എനർജിയാണ്. നമ്മൾ പറഞ്ഞു സോളാർ എനർജിയുടെ ബേസിക് ടെക്നോളജീസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് KTU നോട്ട്സ് എടുത്ത സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ടാണ് പറയുന്നത് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് കുറേ അപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേയായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, നമ്മൾ സോളാർ സെല്ലിൽ നമുക്ക് 2 ടൈപ്പ് സോളാർ സെല്ലുകളാണ് ബേസിക്കലി ഉള്ളത്. ഒന്ന് സോളാർ ഇലക്ട്രിസിറ്റി തെർമലും ഒന്ന് സോളാർ ഇലക്ട്രിസിറ്റി ഫോട്ടോ വോൾട്ടായിക്കും. എന്തായിരിക്കും സോളാർ ഇലക്ട്രിസിറ്റി തെർമൽ എന്ന് പറഞ്ഞാൽ? സോളാർ ഇലക്ട്രിസിറ്റി തെർമൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ സോളാർ എനർജി യൂസ് ചെയ്യുന്നത് ഒരു ഹീറ്റിനെ അതായത് ഒരു ഫ്ലൂയിഡിനെ ഹീറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ബേസിക്കലി പറയാം സോളാർ ഇലക്ട്രിസിറ്റി തെർമൽ. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മൾ ഡയറക്റ്റ് സണ്ണിൽ അബ്സോർബ് ചെയ്യുന്ന എനർജിയെ എന്തെങ്കിലും ഒരു പ്രത്യേക മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് സോളാർ ഇലക്ട്രിസിറ്റി തെർമൽ എന്നും, നമ്മൾ സോളാർ എനർജി യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളിതിനെ ബേസിക്കലി എന്ത് പറയും? ഫോട്ടോ വോൾട്ടായിക് സെൽ എന്നും പറയും. ഇലക്ട്രിസിറ്റി ജനറേഷനാണ് നമ്മൾ ഫോട്ടോ വോൾട്ടായിക് സെൽ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഒരു സോളാർ സെല്ലെടുക്കും. ആ സോളാർ സെല്ലിൻ്റെ ഫ്രണ്ട് കോണ്ടാക്റ്റിലേക്ക് സോളാർ എനർജി എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് നിങ്ങൾ നോക്കൊരു ഡയോഡിൻ്റെ സ്ട്രക്ചറാണ് ഇതിൽ വരിക. ഒരു ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. ആ ഇലക്ട്രിസിറ്റി നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ 2 ടൈപ്പാണ് സോളാർ എനർജി ഉള്ളത്. സോളാറിൻ്റെ ഡീറ്റെയിൽഡ് വർക്കിംഗ് നമ്മൾ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഡീറ്റെയിൽഡ് വർക്കിംഗ് പറയും നമ്മൾ. അപ്പോൾ ഒരു ഫസ്റ്റ് ആപ്ലിക്കേഷൻ നോക്കുക, സോളാർ വാട്ടർ ഹീറ്റിംഗ്. സോളാർ വാട്ടർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിലെ സോളാർ സെല്ലായിരിക്കും നമുക്ക് തന്നെ അറിയാം. സോ നമ്മളിപ്പോൾ പറഞ്ഞ ഹീറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിനെ ഹീറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ സോളാർ വാട്ടർ ഹീറ്റിംഗ് വരിക. സോ ഗ്ലാസ് പാനൽസ് ഓൺ ദി റൂഫ് കളക്ട് ആൻഡ് അബ്സോർബ് ഹീറ്റ് ഇൻ ടു ഹീറ്റ് വാട്ടർ. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷനായിട്ട് പറയുന്നത്. സെക്കൻഡ് ആപ്ലിക്കേഷനായിട്ട് പറയുന്നത് സോളാർ സ്പേസ് ഓൺ ഹീറ്റിംഗ് ഓഫ് ബിൽഡിംഗ്. സോ ബിൽഡിങ്സിൻ്റെ വാൾസിൽ നമ്മൾ പ്രത്യേകം ഇപ്പോൾ ചൂട് കൂടിയ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വാൾസിലൊക്കെ നമ്മളൊരു പ്രത്യേകതരം ഹീറ്റ് എനർജി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് സോളാർ എനർജിയുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ്. തേർഡ് ആപ്ലിക്കേഷൻ സോളാർ എയർ കണ്ടീഷനിങ്. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാതെ, ഇലക്ട്രിസിറ്റി ഫോട്ടോ വോൾട്ടായിക് പ്രിൻസിപ്പിൾ അല്ല, ഒരു പ്രത്യേക രീതിയിലുള്ള, നിങ്ങൾ നോക്ക്, ഒരു ഹോട്ട് ഇൻലെറ്റും ഒരു കണ്ടൻസറും ഒരു സോളാർ കളക്ടറും ഒരു സോളാർ കംപ്രസറും യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു എയർ കണ്ടീഷൻ സോളാർ AC ജനറേറ്റ് ചെയ്യും. നാലാമത്തെ ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക, സോളാർ റെഫ്രിജറേഷൻ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഒരു സോളാർ പാനൽ നിങ്ങൾക്ക് കാണാം, ഒരു സോളാർ കൺട്രോളർ വഴി നമ്മൾ ബാറ്ററിയിലേക്ക് സോളാർ എനർജി എത്തിക്കും. നമുക്കൊരു സൈൻ വേവ് ഇൻവേർട്ടർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? റെഫ്രിജറേറ്ററിലേക്കുള്ള പവർ സപ്ലൈ കൊടുക്കാം സോളാർ റെഫ്രിജറേഷൻ വഴി. സോളാർ ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ട്രഡീഷണൽ മെത്തേഡ് ഓഫ് യൂട്ടിലൈസിങ് ഡയറക്റ്റ് സോളാർ എനർജി. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും വെജിറ്റബിൾസിനൊക്കെ നല്ല ഹീറ്റിൽ ഉണക്കാനാണ് നമ്മൾ സോളാർ ഡ്രൈയിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, അടുത്താണ് സോളാർ കുക്കിംഗ്. സോ നമ്മൾ ഗ്യാസും അതുപോലെ ഇൻഡക്ഷനൊക്കെ പകരം നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടെർമിനോളജിയാണ് സോളാർ കുക്കിംഗ്. സോളാർ എനർജി ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ അതേ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. സോളാർ ഗ്രീൻ ഹൗസ് ആണ് അടുത്ത ആപ്ലിക്കേഷൻ. ഗ്രീൻ ഹൗസ് ഈസ് എ ക്ലോസ്ഡ് സ്ട്രക്ചർ കവേർഡ് വിത്ത് എ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ യൂട്ടിലൈസ് ദി സോളാർ എനർജി ഫോർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. ഇതാണ് സോളാർ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. സോളാർ ഫർണസസ് ആണ് അടുത്ത ആപ്ലിക്കേഷൻ. സോളാർ ഫർണസസ് എന്ന് പറഞ്ഞാൽ ചില രാജ്യത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോളാർ ഫർണസസ് എന്ന് പറഞ്ഞാൽ യൂസ് എ ഹ്യൂജ് അറേ ഓഫ് മിറേഴ്സ് ടു കോൺസെൻട്രേറ്റ് ദി സൺസ് എനർജി ഇൻ എ സ്മോൾ ഏരിയ ആൻഡ് പ്രൊഡ്യൂസ് എ വെരി ഹൈ ടെമ്പറേച്ചർ. ക്യാൻ പ്രൊഡ്യൂസ് അറൗണ്ട് 3500 ഡിഗ്രീസ്. അപ്പോൾ ഒരു മേ ബി ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് ബിൽഡിങ്ങിലേക്ക് നമ്മളൊരു ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ സോളാർ ഫർണസസ് യൂസ് ചെയ്തിട്ട് അപ് ടു 3500 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ടെമ്പറേച്ചറിൽ ജനറേറ്റ് ചെയ്യാം. അടുത്താണ് സാൾട്ട് പ്രൊഡക്ഷൻ. സാൾട്ട് പ്രൊഡക്ഷനും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? സോളാർ എനർജി യൂസ് ചെയ്യാറുണ്ട്. സോളാർ ഡീസാലിറ്റേഷൻ ആണ് അടുത്ത ആപ്ലിക്കേഷൻ. സോ സോളാർ റേഡിയേഷൻ ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന സോളാർ എനർജി എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ സോളാർ എനർജിയുടെ കുറേ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിന്ന് സോളാർ എനർജിയുടെ കുറച്ച് ബേസിക് കോൺസെപ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് സോളാർ എനർജിയുടെ കോമ്പണൻസ് ഇരിക്കുന്നത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, ഒരു ഫോട്ടോ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത്. സോ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഈ ഫോട്ടോ വോൾട്ടായിക് സെല്ലിലേക്ക് ഞാൻ സൺലൈറ്റ് പതിപ്പിക്കുകയാണെങ്കിൽ എക്സാക്ട്ലി എന്ത് സംഭവിക്കും? അപ്പോൾ ഫോട്ടോ വോൾട്ടായിക് സെല്ലിലേക്ക് സൺലൈറ്റ് എത്തുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. ഇതാണല്ലോ ബേസിക്കലി നമ്മുടെ സോളാർ സെല്ലിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം?
ഈ ഓരോ എലമെൻസിനെ കുറിച്ചും 1 by 1 ആയിട്ട് പഠിക്കാം സോളാർ സെല്ലിലെ. അപ്പോൾ സോളാർ സെല്ലിലെ നമ്മുടെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിരിക്കുന്ന ഫസ്റ്റ് കോമ്പണൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് സോളാർ സെൽ. അപ്പോൾ എന്താണ് സോളാർ സെൽ? അപ്പോൾ കുറേ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ടായിരിക്കും, അതിലൊരു സിംഗിൾ സെല്ലിനെയാണ് നമ്മൾ സോളാർ സെൽ എന്ന് പറയുന്നത്. സോ ഓരോ സോളാർ സെല്ലിനും ഓരോ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ജനറലി നമ്മൾ ഡീഫോൾട്ടായിട്ട് ഒരു സോളാർ സെല്ലിൻ്റെ വോൾട്ടേജ് പറയുകയാണെങ്കിൽ ആ വോൾട്ടേജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഒരു 0.5 വോൾട്ടുള്ള ഒരു സോളാർ സെല്ല് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സോളാർ സെല്ലിൻ്റെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റിയുടെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളിപ്പോൾ എന്താണ് സോളാർ സെൽ എന്ന് പറഞ്ഞു, ഒരു സോളാർ സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വോൾട്ടേജ് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഗ്രൂപ്പ് ഓഫ് സോളാർ സെൽ. എന്താണ് ഗ്രൂപ്പ് ഓഫ് സോളാർ സെൽ? സോ ദ ഗ്രൂപ്പ് ഓഫ് സോളാർ സെൽ ഓർ ദ കോമ്പിനേഷൻ ഓഫ് സെവറൽ സോളാർ സെൽസ് കണക്റ്റഡ് ഇൻ സീരീസ് ടു ജനറേറ്റ് എ വോൾട്ടേജ് ഈസ് കോൾഡ് സോളാർ പാനൽ. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് സോളാർ പാനലിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സോളാർ സെല്ലിനെ നമുക്ക് മെയിൻലി എന്ത് പറയാം, സോളാർ പാനൽ എന്ന് പറയാം. അപ്പോൾ എന്താണ് ഗ്രൂപ്പ് ഓഫ് സോളാർ സെൽ എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സോളാർ സെല്ല് അല്ലെങ്കിൽ സോളാർ സെല്ലിൻ്റെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ നെറ്റ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് അറേ ഓഫ് സോളാർ സെല്ല് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ അറേ ഓഫ് സോളാർ സെല്ല് വഴി എനിക്ക് എന്ത് ചെയ്യാം, ദ സോളാർ സെൽ വോൾട്ടേജ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് സോളാർ സെൽ. സോളാർ സെല്ലിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ നെറ്റ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എന്താണ് നെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ 50 സോളാർ സെല്ലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 50 × 0.5 എനിക്ക് എത്ര വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാം, 25 വോൾട്ട്. അതുപോലെ ഞാൻ സോളാർ സെല്ലിൻ്റെ എണ്ണം എത്രത്തോളം സോളാർ സെല്ല് യൂസ് ചെയ്യുന്നോ അത്രത്തോളം ഇലക്ട്രിക് വോൾട്ടേജ് എനിക്ക് വരും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ 30 സോളാർ സെല്ലുകളാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ദ 30 സോളാർ സെൽ കണക്റ്റഡ് ഇൻ സീരീസ് വിൽ പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് ഓഫ് 15 വോൾട്ട്. ഓട്ടോമാറ്റിക്കലി 30 സോളാർ സെല്ല് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് 15 വോൾട്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ അടുത്ത പറയുന്ന ടോപ്പിക്ക് എന്താണ്, സോളാർ അറേ എന്നുള്ള ടോപ്പിക്കാണ്. സോളാർ അറേ എന്ന് പറഞ്ഞാൽ ദ കോമ്പിനേഷൻ ഓഫ് സോളാർ സെൽ കണക്റ്റഡ് ടുഗദർ ഈസ് കോൾഡ് സോളാർ അറേ. സോ നിങ്ങൾ നോക്ക്, സോളാർ അറേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 സോളാർ സെല്ല് കാണാം. ഈ 3 സോളാർ സെല്ലിനെ നമ്മൾ അറേ പാറ്റേണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഓരോ സോളാർ സെല്ലും പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് 15 വോൾട്ട് ആണെങ്കിൽ 15 വോൾട്ട് ആണല്ലോ ഓരോ സോളാർ സെല്ലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമ്മൾ അറേ ഓഫ് സോളാർ സെല്ലാകുമ്പോൾ നമുക്ക് ടോട്ടലി എന്ത് കിട്ടും, 3 സോളാർ സെല്ല്. മൊത്തം നെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് 15 × 3 45 വോൾട്ടിന് ഇക്വലൻ്റ് ആയിരിക്കുന്ന ഒരു സോളാർ അറേ ആയിട്ട് ഇത് മാറും. നോക്ക്, ഇതിൽ ഓരോ സോളാർ സെല്ലിനും കറസ്പോണ്ടിങ് ആയിട്ട് 30 സെല്ല് വരുന്നതുകൊണ്ടാണ് 15 വോൾട്ട് എനിക്ക് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് സോളാർ അറേയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഹൗ ദ സോളാർ സെൽ വർക്ക്സ്, അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ സോളാർ സെല്ലിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നമ്മൾ നോക്കി. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ഫോട്ടോ വോൾട്ടായിക് സെല്ല് കണക്ട് ചെയ്തു. എന്താണ് ഫോട്ടോ വോൾട്ടായിക് സെൽ? ഫോട്ടോ വോൾട്ടായിക് സെൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സോളാർ സെല്ലിനെയാണ് നമ്മൾ ഫോട്ടോ വോൾട്ടായിക് സെൽ എന്ന് പറയാം. ഫോട്ടോ വോൾട്ടായിക് സെല്ലിലേക്ക് നമ്മളൊരു സൺലൈറ്റ് പതിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഫോട്ടോ വോൾട്ടായിക് സെല്ല് എനേബിൾ ആവും. എനേബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ വോൾട്ടായിക് സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലും നമ്മൾ ലാമ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ഈ ഒരു പ്രോസസ്സ് കൊണ്ട് തന്നെ നമ്മുടെ ലാമ്പ് ഗ്ലോ ചെയ്യും. ഈ രീതിയിലാണ് നമ്മൾ ഫോട്ടോ വോൾട്ടായിക് സെല്ല് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രിസിറ്റി നമ്മൾ സൺലൈറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അപ്പം നമ്മൾ ഫോട്ടോ വോൾട്ടായിക് സെല്ല് നോക്കുകയാണെങ്കിൽ സിലിക്കൺ എന്നുള്ള മെറ്റീരിയലിൽ നിന്നാണ് നമ്മൾ സെല്ല് ജനറേറ്റ് ചെയ്യുന്നത്. സെല്ലിൽ നിന്നാണ് നമ്മൾ സോളാർ പാനൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളതിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമ്മളൊരു സോളാർ സെല്ലിൻ്റെ ഏറ്റവും ബേസിക് ഫണ്ടമെൻ്റൽ സ്ട്രക്ചറിൽ നമുക്ക് എൻ ടൈപ്പ് ലെയർ ആണ് വരുന്നത്. നമ്മൾ സെമി കണ്ടക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. സെമി കണ്ടക്ടേഴ്സിലെ എൻ ടൈപ്പ് ലെയർ ആണ് അതിൻ്റെ ഇനീഷ്യൽ ലെയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ എൻ ടൈപ്പ് ലെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അതുപോലെ പി ടൈപ്പ് ലെയർ, എൻ ടൈപ്പ് ലെയറും പി ടൈപ്പ് ലെയറും സെമി കണ്ടക്ടേഴ്സിൻ്റെ ബേസിക് ലെയേഴ്സ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ എൻ ടൈപ്പ് ലെയറും പി ടൈപ്പ് ലെയറും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഇൻബിറ്റ്വീനായിട്ട് നമുക്ക് ഒരു റീജിയൻ വരും. അതാണ് എക്സാക്ട്ലി ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോളാർ സെല്ലിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് ഫിഗറും നോട്ട്സും നിങ്ങൾക്ക് തരാം. നിങ്ങളിതിൻ്റെ ജനറൽ വർക്കിംഗ് പ്രിൻസിപ്പിളും ജനറൽ ആപ്ലിക്കേഷൻസും മാത്രം ഇപ്പോൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഫ്യൂവൽ സെൽ എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് സോളാർ സെല്ലായിരുന്നു. ഫ്യൂവൽ സെല്ലൊക്കെ ശരിക്കും നിങ്ങൾ
ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി +1 +2 ലെവലിലൊക്കെ പഠിക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സസ്റ്റൈനബിളിൻ്റെ ബേസിലുള്ള ഫ്യൂവൽ സെൽസ് എന്താണെന്ന് പഠിക്കാം. സോ ബേസിക്കലി എ ഫ്യൂവൽ സെൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് an electrochemical cell that generate electrical energy fuel via electromechanical reaction. These cells require a continuous input of fuel and oxidizing agent in order to sustain the reaction that generate the electricity. Therefore, these cells can constantly generate electricity until the supply of fuel and oxygen is cut off. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്ററാണ് ഫ്യൂവൽ സെല്ല്. നമുക്ക് നോക്കാം. അപ്പോൾ ഫ്യൂവൽ സെല്ലിൽ നടക്കുന്ന കൺവേർഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ദാറ്റ് ജനറേറ്റ് ദി ഇലക്ട്രിക്കൽ എനർജി ഫ്രം എ ഫ്യൂവൽ വയ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ. ഇതുവഴിയാണ് എക്സാക്ട്ലി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഫ്യൂവൽ സെല്ലിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുകയാണെങ്കിൽ ദ ഫ്യൂവൽ സെൽ ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ ദി റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി വയ ഫ്യൂവൽ സെൽ. ദ വർക്കിംഗ് ഓഫ് ദിസ് ഫ്യൂവൽ സെൽ involved the passing of hydrogen and oxygen into the concentrated solution of sodium hydroxide via carbon electrode. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഫ്യൂവൽ സെല്ലിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ബ്ലോക്ക് ഡയഗ്രം വരുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പാർട്ടിന് നമ്മൾ ആനോഡ് എന്ന് പറയും, സെക്കൻഡ് പാർട്ടിനെ കാഥോഡ് എന്ന് പറയും. അതിന് രണ്ടിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. ആനോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹൈഡ്രജനും കാഥോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓക്സിജനാണ് വരുന്നത്. അപ്പോൾ നെറ്റ് റിസൾട്ടായിട്ട് നമുക്കൊരു H2O എന്നുള്ള ഔട്ട്പുട്ടാണ് പുറത്ത് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ബേസിക് വർക്കിംഗ് റിയാക്ഷൻസ് നോക്കുകയാണെങ്കിൽ പ്യുവർ കെമിസ്ട്രിയാണ്. റിയാക്ഷൻസ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻസ് ഇവിടെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻസ് ഇവിടെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. നെറ്റ് സെൽ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്ക്, കാഥോഡ് പ്ലസ് ആനോഡ് എനിക്ക് കിട്ടും. അപ്പോൾ നെറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ നോക്ക് 2H2O എന്നുള്ള ഔട്ട്പുട്ടാണ് എനിക്ക് കിട്ടുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ബേസിക്കലി ഇലക്ട്രിസിറ്റിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ ക്ലിയർ ആണ്. ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വരുന്നത്. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫ്യൂവൽ സെല്ലിനെ കുറിച്ച് കുറച്ചും കൂടി പോയിൻറ്റ്സ് പറയുകയാണെങ്കിൽ ദ ബേസിക് എഫിഷ്യൻസി ഓഫ് എ ഫ്യൂവൽ സെൽ ഈസ് എബൌട്ട് 70%, വെറസ് തെർമൽ പവർ പ്ലാന്റ് ഹാവ് എൻ എഫിഷ്യൻസി ഓഫ് 40%. അപ്പോൾ തെർമൽ പവർ പ്ലാന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂവൽ സെല്ലിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ഫ്യൂവൽ സെല്ല് നോക്കുകയാണെങ്കിൽ ടൈപ്സിൻ്റെ പേര് മാത്രം ഓർത്ത് വയ്ക്കാം. പോളിമർ ഇലക്ട്രോലൈറ്റ് മെംബ്രെയിൻ ഫ്യൂവൽ സെല്ലാണ് ഫസ്റ്റ് ടൈപ്പ്, ഫോസ്ഫറിക് ആസിഡ് ഫ്യൂവൽ സെല്ലാണ് സെക്കൻഡ് ടൈപ്പ്, സോളിഡ് ആസിഡ് ഫ്യൂവൽ സെല്ലാണ് തേർഡ് ടൈപ്പ്, ആൽക്കലൈൻ ഫ്യൂവൽ സെല്ലാണ് ഫോർത്ത് ടൈപ്പ്, സോളിഡ് ഓക്സൈഡ് ഫ്യൂവൽ സെല്ലാണ് ഫിഫ്ത്ത് ടൈപ്പ്, മോൾട്ടൺ കാർബണേറ്റ് ഫ്യൂവൽ സെല്ലാണ് ലാസ്റ്റ് ടൈപ്പ്. ഇത്രയും ടൈപ്പ് ഫ്യൂവൽ സെല്ലുണ്ട്. അതിൻ്റെ ടൈപ്സ് മാത്രം ഓർത്ത് വയ്ക്കാം, ഡീറ്റെയിൽഡ് വർക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ബേസിക് അഡ്വാൻറ്റേജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ കൺവേർഷൻ എഫിഷ്യൻസി ഓഫ് ഫ്യൂവൽ സെൽ ഈസ് വെരി ഹൈ. ഇറ്റ് ഈസ് അബൌട്ട് 70 to 80%. ഇതാണ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എക്കോ ഫ്രണ്ട്ലി ആൻഡ് സസ്റ്റൈനബിൾ ആസ് വാട്ടർ ഈസ് വൺ ഓഫ് ദി ബൈ പ്രൊഡക്റ്റ്. എക്കോ ഫ്രണ്ട്ലി ആണ്, കാരണം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ഫ്യൂവൽ സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് വാട്ടറാണ്. നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, നമ്പർ ഓഫ് ഫ്യൂവൽ സെൽസ് ആർ സ്റ്റാക്ക്ഡ് ടു ജനറേറ്റ് റിക്വയർഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ഒരു ഹൈ ഇലക്ട്രിസിറ്റിയാണ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഫ്യൂവൽ സെൽസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹൈ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാം. ഇത് മൂന്നും അഡ്വാൻറ്റേജ് ആണ്. ഇതിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ്, അതുപോലെ ഹൈ കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ്. ഇഫ് ഗ്യാസ് ഈസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ദെൻ വി ഹാവ് ടു ബി സ്റ്റോർഡ് ഇൻ ബിഗ് ടാങ്ക്സ് അണ്ടർ ഹൈ പ്രഷർ. അപ്പോൾ നമ്മൾ പറഞ്ഞു വാട്ടർ നമ്മൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഗ്യാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവലെങ്കിൽ അതിൻ്റെ മൊത്തം മെക്കാനിസത്തിന് ഹൈ കോസ്റ്റ് വരും. ഇതാണ് ബേസിക്കലി ഒരു ഫ്യൂവൽ സെല്ലിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. ഫ്യൂവൽ സെല്ലിൻ്റെ അപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഒരുപാട് പറയാം. ഫ്യൂവൽ സെൽ ഇലക്ട്രിക് വെഹിക്കിൾസിൽ യൂസ് ചെയ്യാറുണ്ട്. ദേ ഹാവ് ബീൻ യൂസ്ഡ് ടു പവർ മെനി സ്പേസ് എക്സ്പെഡിഷൻ ഇൻക്ലൂഡിങ് അപ്പോളോ സ്പേസ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ സ്പേസ് അപ്ലിക്കേഷൻസിനും ഫ്യൂവൽ സെൽ യൂസ് ചെയ്യാറുണ്ട്. ജനറലി ദ ബൈ പ്രൊഡക്റ്റ് ഫ്രം ദി സെൽ ആർ ഹീറ്റ് ആൻഡ് വാട്ടർ. സോ ദ പോർട്ടബിലിറ്റി ഓഫ് സം ഫ്യൂവൽ ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഫുൾ ഇൻ സം മിലിറ്ററി അപ്ലിക്കേഷൻസ്. മിലിറ്ററി അപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദീസ് ഇലക്ട്രോ മെക്കാനിക്കൽ സെൽ ക്യാൻ ആൾസോ ബി യൂസ്ഡ് ടു പവർ സെവറൽ ഇലക്ട്രോണിക് ഡിവൈസസ്. ഓക്കെ, ഫ്യൂവൽ സെൽസ് ആർ ബി യൂസ്ഡ് ആസ് എ പ്രൈമറി ഓർ ബാക്കപ്പ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ മെനി റിമോട്ട് ഏരിയാസ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് എനർജി എത്താത്ത സ്ഥലത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി സോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഫ്യൂവൽ സെൽസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫ്യൂവൽ സെല്ലിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ.
മൂന്നാമത്തെ എനർജി സോഴ്സിനെയാണ് നമ്മൾ വിൻഡ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിൻഡ് എനർജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പ് വിൻഡ് അവൈലബിൾ ആണ്, അതുപോലെ വിൻഡ് എനർജിയുടെ അപ്ലിക്കേഷൻ എന്താണ്, അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, സോ നമുക്ക് ബേസിക്കലി വിൻഡിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് കാം എയർ എന്ന് പറയും. അപ്പോൾ അതുപോലെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1 km/h ആണ് അതിൻ്റെ സ്പീഡെങ്കിൽ കുറേ പാരാമീറ്റേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്പീഡ് വെച്ചിട്ട് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ചെയ്യാം. അപ്പോൾ കാം എയർ എന്ന് പറയുന്നത് 1 km/h സ്പീഡുള്ള വിൻഡാണ് നമ്മൾ കാം എയറിൽ യൂസ് ചെയ്യുന്നത്. അടുത്താണ് ജെൻറ്റിൽ ബ്രീസ് എന്ന് പറയുന്നത്. ജെൻറ്റിൽ ബ്രീസ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡ് 12 to 20 km/h വരെയാണ് നമ്മുടെ വിൻഡിൻ്റെ സ്പീഡ് ഇരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ജെൻറ്റിൽ ബ്രീസ് എന്ന് പറയും. തേർഡ് കാറ്റഗറി നോക്കുക, മോഡറേറ്റ് വിൻഡ്. മോഡറേറ്റ് വിൻഡിൽ ഇവിടെ പറയുന്നുണ്ട് സ്പീഡ് ഷുഡ് ബി ബിറ്റ്വീൻ 20 to 38 km/h ആണെങ്കിൽ മോഡറേറ്റ് വിൻഡ് എന്ന് പറയും. 62 to 74 km/h ആണ് നമ്മുടെ വിൻഡിൻ്റെ സ്പീഡെങ്കിൽ നമുക്കതിനെ സ്ട്രോങ് വിൻഡ് എന്ന് പറയാം. 75 km/h മേലെയാണ് വിൻഡിൻ്റെ സ്പീഡെങ്കിൽ നമുക്ക് ഗെയിൽ വിൻഡ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് വിൻഡിൻ്റെ ടൈപ്സ്. ഇനി നമുക്ക് വിൻഡ് എനർജി എങ്ങനെയാണ്, വിൻഡിൽ നിന്ന് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് വിൻഡ് എനർജി ജനറേറ്റ് ചെയ്യുന്നതെന്നാണ്. സോ ഹൗ ടു കൺവേർട്ട് വിൻഡ് എനർജി ഇൻ ടു ഇലക്ട്രിസിറ്റി, ഇതാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ദ വിൻഡ് ടർബൈൻ കൺവേർട്ട് ദി കൈനറ്റിക് എനർജി ഓഫ് ദി വിൻഡ് ഇൻ ടു മെക്കാനിക്കൽ പവർ. The mechanical power can be used for specific tasks such as grinding grain or pumping water, or generator can convert this mechanical power into electricity. വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. എങ്ങനെയാണ് ഒരു വിൻഡ് എനർജി, വിൻഡിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ ബേസിക്കലി ഇവിടെ നടക്കുന്ന കൺവേർഷൻ എന്ന് പറയുന്നത് ഒരു കൈനറ്റിക് എനർജിയെ ഒരു മെക്കാനിക്കൽ എനർജിയായിട്ട് മാറ്റുകയാണ് അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി ജനറേറ്റ് ചെയ്യുന്ന വിൻഡാണ്. ഈ വിൻഡിൽ നിന്നുള്ള ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബേസിക്കലി എനിക്ക് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ഈ മെക്കാനിക്കൽ ഫോഴ്സാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്നുണ്ട് വിൻഡ് ടർബൈൻ വർക്ക്സ് ദി ഓപ്പോസിറ്റ് ഓഫ് എ ഫാൻ. ഒരു ഫാൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രിൻസിപ്പിളിലാണ് വിൻഡ് എനർജി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഇലക്ട്രിസിറ്റി ടു മേക്ക് വിൻഡ് like a fan, wind turbines are wind to make an electricity. The wind turns the blades which spin off shaft which connect the to generator to make an electricity. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഒരു ഫാൻ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രിൻസിപ്പിളാണ് ഒരു വിൻഡ് എനർജി സെൽ അല്ലെങ്കിൽ ഒരു വിൻഡ് ടർബൈൻ വർക്ക് ചെയ്യുന്നത്. ഫാൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളൊരു ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ ഫാനിൻ്റെ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യും. ഈ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് നമുക്കൊരു എനർജി ആയിട്ട് കിട്ടുക അല്ലേ. നേരെ തിരിച്ചാണ് വിൻഡ് ടർബൈൻ്റെ കേസിൽ എങ്ങനെയാണ്, വിൻഡ് എനർജി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടർബൈൻസ് റൊട്ടേറ്റ് ആവും. ഈ ടർബൈൻസ് റൊട്ടേറ്റ് ആവുന്നതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതാണല്ലോ ബേസിക്കലി വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ. സോ നമുക്ക് ബേസിക്കലി നമ്മളെ ഒരു വിൻഡ് ടർബൈൻ്റെ ബേസിക് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ നീറ്റായിട്ടുള്ള ഫിഗർ നിങ്ങൾക്ക് തരാം. നിങ്ങളിപ്പോൾ ഓർത്ത് വയ്ക്കുക, വിൻഡ് ടർബൈൻ്റെ ഒരു 3 dimensional വ്യൂ അല്ലെങ്കിൽ ഒരു എന്താണ് ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇതിലെ മേജർ കോമ്പണൻറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ജനറേറ്റർ ഉണ്ടാവും, ഒരു ഗിയർ ബോക്സ് ഉണ്ടാവും, ഒരു ലോ സ്പീഡ് ഷാഫ്റ്റ് ഉണ്ടാവും, ഒരു പിച്ച് ഉണ്ടാവും, ഒരു റോട്ടർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്ത് വയ്ക്കുക, ബ്ലേഡ്സ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എക്സാക്ട്ലി ഇതിലുള്ള റോട്ടർ റൊട്ടേറ്റ് ചെയ്യും. റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ജനറേറ്റർ ഇലക്ട്രിസിറ്റിയെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽ ഔട്ട്ലൈൻ നമുക്ക് നോട്ട്സിൻ്റെ കൂടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെയാണ് ബേസിക്കലി ഒരു വിൻഡ് ടർബൈൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, വിൻഡ് ടർബൈൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പിച്ച് എന്നുള്ള സെക്ഷൻ കാണാം അല്ലേ. പിച്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളെ ബ്ലേഡ്സിൻ്റെ ഒരു അലൈൻമെൻറ്റ് പോലെ നിങ്ങൾക്ക് കാണാം പിച്ച് എന്താണെന്ന് അല്ലേ. പിന്നെ ഒരു റോട്ടർ കാണാം. റോട്ടർ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് പാർട്ടിനെയാണ് നമ്മൾ റോട്ടർ എന്ന് പറയുന്നത്. അതുപോലെ ബ്ലേഡ്സ് കാണാം. ഈ ബ്ലേഡ്സ് എത്രത്തോളം ലാർജ് ആണോ അത്രത്തോളം ഹൈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ നിങ്ങൾ നോക്ക്, ഒരു ജനറേറ്റർ കാണാം, ഒരു ടവർ കാണാം. അപ്പോൾ നിങ്ങളിതിൻ്റെ ബേസിക് വിൻഡ് ടർബൈൻ്റെ സ്ട്രക്ചർ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. ഇത്രയും ഡെപ്തിലൊന്നും പോകണ്ട. നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു വിൻഡ് ടർബൈൻ്റെ സ്ട്രക്ചർ ചോദിക്കുകയാണെങ്കിൽ ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് വരച്ചാൽ മതി. ഞാനിതിൻ്റെ നോട്ട്സ് തരും നിങ്ങൾക്ക്. ഓക്കെ, വിൻഡ് എനർജിയുടെ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുകയാണെങ്കിൽ ഒരു വിൻഡ് മില്ല് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ്.
അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇതിൽ 7 പ്രോസസ്സുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വിൻഡ് ടേൺസ് ദി ടർബൈൻ ബ്ലേഡ്സ് അല്ലേ. ടർബൈൻ ബ്ലേഡ്സിലേക്ക് വിൻഡ് വരിക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രോസസ്സ്. സെക്കൻഡ് പ്രോസസ്സ് ശ്രദ്ധിക്കുക, സ്പിന്നിങ് ദി ഷാഫ്റ്റ് അല്ലേ, ഷാഫ്റ്റിൽ വരുന്ന സ്പിന്നിങ്. തേർഡ് ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി, ഈ സ്പിന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബേസിക്കലി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഇസ് എ തേർഡ് സ്റ്റേജ്. ഫോർത്ത് വൺ നിങ്ങൾ നോക്കുക, ഫോർത്ത് വൺ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻവെർട്ടർ കൺവേർട്ട്സ് ദി ഇലക്ട്രിസിറ്റി ഫ്രം DC to AC. അപ്പോൾ ഒരു ഇൻവെർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്നത് ഒരു ഡയറക്റ്റ് കറണ്ടാണ്. ഈ ഡയറക്റ്റ് കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെർട്ടർ യൂസ് ചെയ്തിട്ട് എന്തായി കൺവേർട്ട് ചെയ്യാം, ഓൾട്ടർനേറ്റിംഗ് കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാം. സിക്സ്ത് പ്രോസസ്സ് നോക്കുക, ഇലക്ട്രിസിറ്റി ഈസ് ഫിഫ്ത്ത് വൺ, ഇലക്ട്രിസിറ്റി ഈസ് കണക്റ്റഡ് ഡയറക്ട്ലി ടു ദി മെയിൻസ് പവർ. നമ്മൾ എന്ത് ചെയ്തു, ഈ പ്രൊഡ്യൂസ് ചെയ്ത AC നമ്മൾ കൺവേർട്ട് ചെയ്ത ACയെ നമ്മൾ മെയിൻസിലേക്ക് കണക്ട് ചെയ്തു, ഓർ കണക്റ്റഡ് ടു ദി ബാറ്ററി ബാങ്ക്, മെയിൻസ് അല്ലെങ്കിൽ ബാറ്ററി ബാങ്കിലേക്ക് കണക്ട് ചെയ്തു, ഓർ കണക്റ്റഡ് ടു ദി ഇലക്ട്രിസിറ്റി ഗ്രിഡ്. അപ്പോൾ 3 രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഒന്ന് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് വിൻഡ് എനർജിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി, അത് നമ്മൾ ഫിഫ്ത്ത് പ്രോസസ്സ് യൂസ് ചെയ്തു. സിക്സ്ത് വൺ എന്തായിരുന്നു, വിൻഡ് എനർജി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബാറ്ററിയെ ചാർജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതാണ് സിക്സ്ത് പ്രോസസ്സ്. സെവൻത്ത് പ്രോസസ്സോ, വിൻഡ് എനർജി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഗ്രിഡ്സിനെ എനർജൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതാണ് സെവൻത്ത് വൺ. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലൊക്കെ നമുക്ക് വിൻഡ് മിൽസിനെ വർക്കിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് വിൻഡ് എനർജി. സോ വളരെ ക്ലിയർ ആണ്, വിൻഡ് എനർജിയുടെ ബേസിക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോ പൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. സെക്കൻഡ് അഡ്വാൻറ്റേജ് ലോവസ്റ്റ് പ്രൈസ് റിന്യൂവബിൾ സോഴ്സസ്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് പ്രൈസസ് ഇലക്ട്രിസിറ്റി ജനറേഷൻ ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ത് വെച്ചിട്ടാണ്, വിൻഡ് എനർജി വെച്ചിട്ടാണ്. തേർഡ് നിങ്ങൾ നോക്കുക, ഡോണ്ട് പ്രൊഡ്യൂസ് അറ്റ്മോസ്ഫിയറിക് എമിഷൻ ദാറ്റ് കോസ് ആസിഡ് റെയിൻ ആൻഡ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അറ്റ്മോസ്ഫിയറിക് എമിഷൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ആസിഡ് റെയിൻസും ഗ്രീൻ ഹൗസ് എഫക്റ്റും ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, വിൻഡ് എനർജി കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ കുറേ ഡിസഡ്വാൻറ്റേജ് പറയാം. ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ എനർജറ്റിക് ദ വിൻഡ് സൈറ്റ് ഈസ്, ദ വിൻഡ് ഫാം മേ ഓർ മേ നോട്ട് കോസ്റ്റ് കോമ്പറ്റീറ്റീവ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്, എത്രത്തോളം ലാർജ് ആണോ, അപ്പോൾ വളരെ വലിയൊരു വിൻഡ് ടർബൈനൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കോസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. ഒരു ലാർജ് എനർജി പവർ ജനറേഷൻ്റെ കേസിൽ നമുക്ക് അത്രയും ഹൈ എക്യുപ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണ്ടി വരും. സെക്കൻഡ് നോക്കുക, വിൻഡ് എനർജി കനോട്ട് ബി സ്റ്റോർഡ് അൺലെസ് ബാറ്ററീസ് ആർ യൂസ്ഡ്. ബാറ്ററിയിലൂടെ മാത്രമേ നമുക്ക് വിൻഡ് എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്ത രീതിയിൽ നമുക്ക് എനർജി സ്റ്റോറിങ് പോസിബിൾ ആവില്ല. ഗുഡ് വിൻഡ് സൈറ്റ്സ് ആർ ഓഫൺ ലൊക്കേറ്റഡ് ഇൻ റിമോട്ട് ലൊക്കേഷൻ. വളരെ റിമോട്ടായിട്ടുള്ള ലൊക്കേഷൻസിൽ മാത്രമേ നമുക്ക് വിൻഡ് എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലേ. വിൻഡ് റിസോഴ്സ് ഡെവലപ്ഡ് മേ കംപ്ലീറ്റ് വിത്ത് അതർ യൂസ് ഓഫ് ദി ലാൻഡ് ആൻഡ് ദോസ് ഓൾട്ടർനേറ്റീവ് യൂസസ് മേ ഓർ ഹൈലി വാല്യൂഡ് ഇലക്ട്രിസിറ്റി ജനറേഷൻ. അപ്പോൾ വളരെ ക്ലിയർ ആണ്, വിൻഡ് റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മേ കംപ്ലീറ്റ് വിത്ത് അതർ യൂസ് ഓഫ് ദി ലാൻഡ് ആൻഡ് ദോസ് ഓൾട്ടർനേറ്റീവ് യൂസസ് മേ ഓർ ഹൈ. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഒരു കംപ്ലീറ്റ് ഏരിയ നമ്മൾ എടുത്താൽ മാത്രമേ നമുക്കിവിടെ ഇലക്ട്രിസിറ്റി ജനറേഷൻ പോസിബിൾ ആവുള്ളൂ. ലാസ്റ്റ് പോയിന്റ് നോക്കുക, സംടൈംസ് ബേർഡ്സ് ഹാവ് ബീൻ കിൽഡ് ബൈ ഫ്ലൈയിങ് ഇൻ ടു ദി റോട്ടർ. അപ്പോൾ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ബേർഡ്സ് കില്ല് ചെയ്യപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊക്കെയാണ് വിൻഡ് എനർജിയുടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വിൻഡ് എനർജിയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട്സ് വെച്ചിട്ട് കറക്റ്റായിട്ട് പഠിക്കുക. ഒരു ഫണ്ടമെൻ്റൽ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വിൻഡ് എനർജി എന്താണെന്ന്. സോ നിങ്ങൾ വിൻഡ് മിൽസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പേര് മാത്രം ഓർത്ത് വയ്ക്കുക, ഏതൊക്കെ ടൈപ്പ് വിൻഡ് മിൽസ് പോസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 ടൈപ്പ് വിൻഡ് മിൽസ് പോസിബിൾ ആണ്. ഒന്ന് ഹൊറിസോണ്ടൽ വിൻഡ് മില്ലും ഒന്ന് വെർട്ടിക്കൽ വിൻഡ് മില്ലും. ഹൊറിസോണ്ടൽ വിൻഡ് മില്ല് നമുക്ക് വീണ്ടും 3 ക്ലാസിഫൈ ചെയ്യാം, സിംഗിൾ ബ്ലേഡഡ്, ഡബിൾ ബ്ലേഡഡ് ആൻഡ് മൾട്ടി ബ്ലേഡഡ്. വെർട്ടിക്കൽ വിൻഡ് മിൽസിനെ നമുക്ക് 2 ക്ലാസിഫൈ ചെയ്യാം, ഡാരിയസ് റോട്ടറും സെവോനിസ് റോട്ടറും. അപ്പോൾ അതിൻ്റെ യൂസ് ചെയ്യുന്ന മെക്കാനിസത്തിൻ്റെ ബേസിലാണ് ഈ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ മാത്രം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, മേ ബി അത് ചോദിക്കാം ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന്. അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനൊന്നും ആവശ്യമില്ല, ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ആവശ്യമുള്ളൂ. ഓക്കെ, സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാൻ എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം വാട്ട് ഈസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാൻ അല്ലേ. അതായത് വാട്ടറിൻ്റെ ഫ്ലോ കാരണം നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിന് നമുക്ക് പവർ പ്ലാന്റ് എന്ന് പറയാം. സോ ഹൈഡ്രോഇലക്ട്രിക് ഓർ ഹൈഡൽ പവർ പ്ലാന്റ് ആർ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. These are worked
based on the availability of water at a particular area is known as catchment area. So catchment area le water inde availability anusarichana namukku electricity generation kittunnathu. They have long lifespan and can function effectively for many years without the consumption of non-renewable energy sources. Non-renewable അതിൻ്റെ കൺസംഷൻ ഇല്ലാതെ തന്നെ നമുക്ക് കുറേ കാലത്തേക്ക് ഒരു എനർജി ജനറേഷൻ പോസിബിൾ ആവുകയാണെങ്കിൽ നമുക്ക് ഹൈഡ്രോ പവർ പ്ലാന്റ് എന്ന് പറയാം. സോ ദേ യൂട്ടിലൈസ് ദി എനർജി ഓഫ് എ ഫ്ലോ ഓഫ് എ റിവർ. അല്ലേ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ദ ഹൈഡ്രോ പ്ലാന്റ് ക്യാൻ ബി എ ലാർജ് സ്കെയിൽ ഓർ സ്മോൾ സ്കെയിൽ. The hydro plants with a capacity more than 50 kilowatt can be categorized as large scale. അപ്പോൾ ലാർജ് സ്കെയിലുണ്ട്, സ്മോൾ സ്കെയിലുണ്ട്. നമ്മളിപ്പോൾ സ്മോൾ സ്കെയിലാണ് പഠിക്കുന്നത്. 15 കിലോവാട്ടിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ പ്ലാന്റുകളെയാണ് നമ്മൾ ലാർജ് സ്കെയിൽ എന്ന് പറയുക. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? സ്മോൾ സ്കെയിൽ ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾ നോക്കാം, the downside however is that suitable catchment areas are most likely to be in forested or ecological regions. Thus, the power production of capacity of tidal power plant are very high. വളരെ ക്ലിയർ ആണ്. അപ്പോൾ എക്കണോമിക്കലി ഫ്രാഗൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോറസ്റ്റിലായിരിക്കും നമ്മൾ ഹൈഡ്രോ പവർ പ്ലാന്റ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലാർജ് ഏരിയ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ പവർ ജനറേഷൻ കൂടുതലായിരിക്കും. ദ ലാൻഡ് ഏരിയ acquired for building them will be large and may cause deforestation. അപ്പോൾ ഈ ഫോറസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസഡ്വാൻറ്റേജും എന്തിനുണ്ടാവാം? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉണ്ടാവാം. അതിലൊന്നാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജ് ആണ്. ലാർജ് സിവിൽ കൺസ്ട്രക്ഷൻ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ഡാം എന്ന് പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ചേഞ്ച് ആൻഡ് റീസെറ്റിൽമെൻറ്റ് ഓഫ് ഈവൻ എൻറ്റയർ വില്ലേജസ് എക്സെട്ര. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഒരു ലാർജ് ഏരിയ നമ്മൾ യൂസ് ചെയ്യുന്നു, അതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു ഹൈ പവർ കിട്ടുന്നു. പക്ഷേ ഇതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു. ഓക്കെ, ടു കൺസേൺ ഓവർ സച്ച് റിപ്പർഷൻസ് എ ലാർജ് കപ്പാസിറ്റി പ്ലാൻ പ്രൊപ്പോസ്ഡ് ബൈ KSEB അറ്റ് സൈലന്റ് വാലി ഇൻ കേരള വാസ് ഡ്രോപ്പ്ഡ് ഇൻ 1980s. ബട്ട് ഹൈഡൽ പവർ പ്ലാന്റ്സ് ആർ എക്കോ ഫ്രണ്ട്ലി കമ്പയർഡ് ടു ദി അതർ പവർ പ്ലാന്റ്സ് സിൻസ് ദേ ആർ ഡിവോയ്ഡ് ഹാംഫുൾ എമിഷൻസ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മൾ പറഞ്ഞു ഒരുപാട് അഡ്വാൻറ്റേജസ് ഹൈഡ്രോ പവർ പ്ലാന്റിനുണ്ട്, പക്ഷേ അതിലേറെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. കാരണം നമ്മളെ എൻവയോൺമെൻറ്റിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ സൈലന്റ് വാലി എന്നുള്ള പ്ലേസിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ചെറിയ തോതിലുള്ള ഇലക്ട്രിസിറ്റി ജനറേഷനാണ്. അതിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്, ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട്, ദിസ് ഈസ് കോൾഡ് ഹൈഡൽ പവർ പ്ലാന്റ്സ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു ഹൈഡ്രോ പവർ പ്ലാന്റിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു. സോ സ്മോൾ ഹൈഡ്രോ പ്ലാന്റ്സ് ആർ എക്സലൻറ്റ് റിന്യൂവബിൾ പവർ സോഴ്സസ് ഫോർ വാട്ടർ റിച്ച് ഏരിയാസ്. Small hydel plants can be constructed across the irrigation canal, waterfall or hill streams without affecting the environment adversely. Normally, small hydro electric plant work better in situation places having low head and high flow speed. അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ ഈ ഒരു പർപ്പസ് കൊണ്ട് തന്നെ നമ്മൾ ഒരു ലാർജ് സ്കെയിൽ പവർ പ്ലാന്റിന് പകരം നമ്മളൊരു സ്മോൾ ഹൈഡ്രോ പ്ലാന്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമുക്ക് എൻവയോൺമെൻറ്റിനെ എന്ത് ചെയ്യാം, പ്രൊട്ടക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. നമ്മൾ പറഞ്ഞ ഹൈഡ്രോ പ്ലാന്റ്സ്, സ്മോൾ ഹൈഡ്രോ പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് മൈക്രോ ഹൈഡ്രൽ പ്ലാന്റ്സ്. സോ അതിൽ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അപ് ടു 100 കിലോവാട്ട് വരെയാണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മൈക്രോ ഹൈഡ്രൽ പ്ലാന്റ്സ് എന്ന് പറയാം. 100 to 2000 കിലോവാട്ടാണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബേസിക്കലി പറയാം ദിസ് ഇസ് കോൾഡ് മിനി ഹൈഡൽ പ്ലാന്റ്സ്. സ്മോൾ ഹൈഡൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി 2000 to 15,000 കിലോവാട്ടാണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബേസിക്കലി എന്ത് പറയാം, സ്മോൾ ഹൈഡൽ പ്ലാന്റ്സ് എന്ന് പറയാം. ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് എന്തിനെ ക്ലാസിഫൈ ചെയ്യാം, ഹൈഡ്രോ ഇലക്ട്രിക്കിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതാണ് ബേസിക്കലി അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. സ്ട്രക്ചർ വളരെ ക്ലിയർ ആണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു വാൽവ് കാണാം, ഒരു നോസിൽ കാണാം, ടർബൈൻ കാണാം, ഇലക്ട്രിക് ജനറേറ്റർ കാണാം, ഒരു ബെൽറ്റ് കാണാം അല്ലേ. അപ്പോൾ ഈ വാൽവിലൂടെ നമുക്ക് വാട്ടർ ഫ്ലോ ആയിരിക്കും വരിക. ഈ വാട്ടർ ഫ്ലോനനുസരിച്ച് നമുക്ക് നോസിൽ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് ഈ ടർബൈൻ എന്ത് ചെയ്യും,
റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. ഈ രീതിയിലാണ് ഇതിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ വരുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ടർബൈൻസ് ആർ യൂസ്ഡ് ഫോർ ഹൈഡൽ പവർ പ്ലാന്റ്സ്, ക്യാൻ ബി ഇമ്പൾസ് ടൈപ്പ് ഓർ റിയാക്ഷൻ ടൈപ്പ്. ആൻ എക്സാമ്പിൾ ഓഫ് സ്മോൾ ഹൈഡ്രോ പ്ലാന്റ് യൂസിങ് ആൻ ഇമ്പൾസ് ടർബൈൻ നെയിംലി പെൽട്രോൺ വീൽ ഈസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ യൂസ് ചെയ്യുന്ന ടർബൈൻ ഏതാണ്, ഇവിടെ പെൽട്രോൺ വീൽ എന്നുള്ളൊരു ടൈപ്പ് ടർബൈനാണ് ഇവിടെ നമ്മൾ ഈ ഫിഗറിൽ യൂസ് ചെയ്യുന്നത്. സോ വാട്ടർ ഇൻ ദി സ്മോൾ ഡാം ഈസ് ടേക്കൺ ത്രൂ ലാർജ് പൈപ്പ് ഈസ് നോൺ ആസ് പെൻ സ്ട്രോക്ക് ഓഫ് ദി ട്യൂബ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ നമ്മൾ ആ വാട്ടർ ഒഴുകുന്ന പൈപ്പിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയാം, പെൻ സ്ട്രോക്ക് എന്ന് പറയാം. അപ്പോൾ പെൻ സ്ട്രോക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ബേസ്ഡ് ഓൺ ദി ലോഡ് അറ്റ് ദി പെർട്ടിക്കുലർ ടൈം ഓഫ് ഫ്ലോ ദ പൈപ്പ് ഈസ് കൺട്രോൾഡ് ബൈ ഓട്ടോമാറ്റിക് നീഡിൽ വാൽവ്. ഇവിടെ ഒരു നീഡിൽ വാൽവ് നിങ്ങൾക്ക് കാണാം അല്ലേ, ഒരു നോസിൽ കാണാം. അപ്പോൾ വാട്ടർ ഫ്ലോനനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ആവുമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, വാട്ടർ ഫ്ലോ ത്രൂ ദി നോസിൽ ബിഫോർ റീച്ചിങ് ദ ടർബൈൻ ബ്ലേഡ്സ് ഫോർ പ്രൊവൈഡിങ് ഹൈ വെലോസിറ്റി. വാട്ടർ ഹാവിങ് ഹൈ വെലോസിറ്റി on the turbine and it rotate due to the impulsive action of water. The shaft of the turbine is connected to the generator which produces electricity. The flow control at the nozzle take care of load fluctuation. Since the environmental impact is less, many countries including India preferred this sustainable method for power generation. അപ്പോൾ ക്ലിയർ ആയിട്ട് ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഇതിൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഇങ്ങനെയാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ട്രക്ചറും കൂടി വരച്ചിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത ഏതൊക്കെ പവർ പ്ലാന്റ് ആയിരുന്നു, നമ്മൾ ബേസിക്കലി ഫസ്റ്റ് പഠിച്ചത് എന്തായിരുന്നു, നമ്മൾ വിൻഡ് പവർ പ്ലാന്റ് പഠിച്ചു, സോളാർ സെല്ല് പഠിച്ചു, അതുപോലെ ഫ്യൂവൽ സെല്ല് പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ. ഹലോ എവരിവൺ, നമ്മളിന്ന് ഫോർത്ത് മൊഡ്യൂളിലെ ബയോ ഫ്യൂവൽസ് എന്നുള്ള ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ ടൈപ്പ് എനർജീസ് പഠിച്ചിരുന്നു. സോളാർ എനർജി എന്താണെന്ന് പഠിച്ചു, വിൻഡ് എനർജി എന്താണെന്ന് പഠിച്ചു അല്ലേ, അതുപോലെ ഫ്യൂവൽ സെൽ എന്താണെന്ന് പഠിച്ചു, അതുപോലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത് ബയോ ഫ്യൂവൽസ്. വളരെ ഈസിയാണ്, ഞാൻ ഡയറക്റ്റ് നോട്ട്സ് വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാണ്, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ അല്ല. അപ്പം സോ ദ ബയോ ഫ്യൂവൽസ് ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. The biofuels are the fuel that is derived from biomass. So ബയോമാസിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഫ്യൂവൽസിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുക, ബയോഫ്യൂവൽസ് എന്ന് പറയാം. സോ വാട്ട് ഈസ് മീൻ ബൈ ബയോമാസ്, ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ബയോമാസ് എന്ന് പറഞ്ഞാൽ, ബയോമാസ് ഈസ് ആൻ ഓർഗാനിക് മാറ്റർ ഡിറൈവ്ഡ് ഫ്രം ലിവിങ് ഓർ റീസെൻ്റ്ലി ലിവിങ് organism and include plant body, wood, food waste, agriculture crop, herbage, animal droppings etc. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. സോ ഈ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എനർജി ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതിനെ ബേസിക്കലി എന്ത് പറയാം, ബയോ ഫ്യൂവൽസ് എന്ന് പറയാം. സോ ദ ബയോമാസ് ഹാസ് സ്റ്റോർഡ് chemical energy and it can be converted into useful energy through different process. The energy conversion result in the formation of different biofuels. The energy can be utilized from biomass through direct burning, chemical process, biological process and thermal process. ഇത്രയും പ്രോസസ്സുകളിലൂടെ നമുക്ക് ബയോഫ്യൂവൽസ് ജനറേറ്റ് ചെയ്യാനാണ് പറയുന്നത്. The energy conversion process started above results in the formation of different biofuels. Example of biofuels are biodiesel, biogas, green diesel, ബയോ ഈത്തേഴ്സ് ആൻഡ് ബയോ ആൽക്കഹോൾസ്. ഇതൊക്കെ ബേസിക്കലി എന്തിന് എക്സാമ്പിളാണ്, നമ്മൾ പറഞ്ഞ ബയോഫ്യൂവൽസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഒരുപാട് പ്രോസസ്സുകളിലൂടെ നടക്കും. ഡയറക്റ്റ് ബേണിംഗ് പ്രോസസ്സ് നടക്കും, കെമിക്കൽ പ്രോസസ്സ് നടക്കും, ബയോളജിക്കൽ പ്രോസസ്സ് നടക്കും, തെർമൽ പ്രോസസ്സ് നടക്കും. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് ബയോഫ്യൂവൽ പഠിക്കാനുള്ളത്, ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ദ ഫസ്റ്റ് ടൈപ്പ് ഈസ് ബയോഡീസൽ. ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താണ് ബയോഡീസൽ എന്ന്. നിങ്ങൾ നോക്കിയാൽ ക്ലിയർ ആവും നിങ്ങൾക്ക്. ബയോഡീസൽ അല്ലേ, ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ബൈ ദി കെമിക്കൽ പ്രോസസ്സിംഗ് ഓഫ് ബയോമാസ്. സോ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ കെമിക്കൽ പ്രോസസ്സിംഗ് ഓഫ് വെജിറ്റബിൾ ഓയിൽ ആൻഡ് അനിമൽ ഫാറ്റ്. വെജിറ്റബിൾ ഓയിലും അനിമൽ ഫാറ്റിൻ്റെയും കെമിക്കൽ പ്രോസസ്സിംഗ് വഴിയാണ് നമ്മൾ ബയോഡീസൽ ജനറേറ്റ് ചെയ്യുന്നത്. ദ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് ട്രാൻസ്ഫെർട്ടിഫിക്കേഷൻ. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ബയോഡീസൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻസിനെയാണ് നമ്മൾ ട്രാൻസ്ഫെർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദ ബയോഡീസൽസ് പ്രൊഡ്യൂസ് ലെസ് എമിഷൻ ദാൻ പെട്രോൾ ഡീസൽ, ബട്ട്
The vehicle engine should not be modified to reduce the damage of fuel lines and റബ്ബർ കോമ്പണൻസ്. അപ്പോൾ ബയോഡീസൽ നമുക്ക് ബേസിക്കലി നമ്മളെ നോർമൽ വെഹിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലംസ് വരും എന്നാണ് പറയുന്നത് ഓർഡിനറി ഡീസലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഇതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്നുള്ളത് വളരെ ചീപ്പറാണ്, കുറവാണ്. സെക്കൻഡ് ടൈപ്പ് ബയോഫ്യൂവൽ എന്ന് പറയുന്നത് ഗ്രീൻ ഡീസലാണ്. സോ ദിസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ റിഫൈനിങ് ഓൺലി വിത്ത് വെജിറ്റബിൾ ഓയിൽ. വെജിറ്റബിൾ ഓയിൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്രിയേറ്റ് ഫ്യൂവർ പ്രോബ്ലംസ് ദാൻ സ്റ്റാൻഡേർഡ് ഡീസൽ ആൻഡ് ഇറ്റ് വിൽ റൺ ഇൻ എനി എൻജിൻ വിത്തൗട്ട് എനി മോഡിഫിക്കേഷൻ. നോർമൽ വെഹിക്കിൾസിലൊക്കെ യൂസ് ചെയ്യാം, പക്ഷേ നമ്മുടെ നോർമൽ ഡീസൽ പോലെ എന്തായിരിക്കില്ല, സ്മൂത്ത് ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. സോ മൂന്നാമത്തെ ടൈപ്പ് ഫ്യൂവൽ എന്ന് പറയുന്നത് ബയോഗ്യാസ് ആണ്. The mixture of different gases produced by the decomposition of organic matter such as garbage, animal waste by bacteria, anaerobic bacteria. This process is called biomethanication or anaerobic digestion. അപ്പോൾ എന്താണെന്ന് നമുക്ക് പറയാം. The biogas consists of 65% methane, 30 to 35% of carbon dioxide. Methane gas from the biogas can be captured and burned for cooking and heating. The residue from burning of biogas called sludge and can be dried and used as a fertilizer. The biogas can be used to power electricity plants. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ ഫ്ലൂയിഡ് രൂപത്തിലായിരുന്നു. ഗ്യാഷ്യസ് രൂപത്തിലുള്ള ഒരു ബയോഫ്യൂവലിനെയാണ് നമ്മൾ ബയോഗ്യാസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബയോഗ്യാസിൻ്റെ പ്രത്യേകത എന്താണ്? 65% മീഥേനും 30 to 35% കാർബൺ ഡൈഓക്സൈഡ് അടങ്ങിയിരിക്കുന്നൊരു ഗ്യാസാണ് ബേസിക്കലി ബയോഗ്യാസ് എന്ന് പറയുന്നത്. നമുക്ക് കുക്കിംഗ് പർപ്പസിനാണ് മെയിനായിട്ട് ബയോഗ്യാസ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ 3 ടൈപ്പ് പറഞ്ഞു. വാട്ട് ഈസ് ബയോഡീസൽ, വാട്ട് ഈസ് ഗ്രീൻ ഡീസൽ, വാട്ട് ഈസ് ബയോഗ്യാസ്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് 3 ജനറേഷനാണ്. നമ്മൾ ഏതൊക്കെ ടൈപ്പ് ജനറേഷൻസ് ആണ് നമ്മൾ ബേസിക്കലി എന്തിൽ യൂസ് ചെയ്യുന്നത്, ബയോഫ്യൂവൽസിൽ യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടൈപ്പ് ഇവിടെ പറയുന്നുണ്ട്, ഫസ്റ്റ് ജനറേഷൻ ബയോഫ്യൂവൽ. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ഫസ്റ്റ് ജനറേഷൻ ബയോഫ്യൂവൽ എന്ന് പറയുന്നത്. First generation biofuel are made from sugar, starch or vegetable oil. If the plant or material from which they are generated in use of large quantity, it would have a large impact on food supply. The first generation of biofuels are original biofuels and constitute the majority of biofuels currently in use. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ മെജോറിറ്റി ഓഫ് ബയോഫ്യൂവൽസും ഫസ്റ്റ് ജനറേഷൻ ബയോഫ്യൂവൽസ് ആണ് ഫസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് അല്ലേ. ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ജനറേഷൻ ബയോഫ്യൂവൽസ് ആണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോഡീസൽ, ബയോഗ്യാസ്, ബയോ ഈതേഴ്സ് ആൻഡ് ബയോ ആൽക്കഹോൾ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഫസ്റ്റ് ജനറേഷൻ ബയോഫ്യൂവൽസിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് പറയാനുള്ളത് സെക്കൻഡ് ജനറേഷൻ ബയോഫ്യൂവൽസ് ആണ്. സെക്കൻഡ് ജനറേഷൻ ബയോഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ അല്ലേ. These are more sustainable than first generation biofuel. In this use, the term sustainable is defined by large availability of plant or material, reduced amount of greenhouse gas emission, less impact on biodiversity and land use. ഇതൊക്കെയാണ് ഈ ഒരു പർപ്പസിനാണ് നമ്മൾ സെക്കൻഡ് ജനറേഷൻ ബയോഫ്യൂവൽ കൊണ്ടുവന്നത്. വാട്ടർ, ഫുഡ് സപ്ലൈ ഇതിൻ്റെയൊക്കെ സെക്യൂരിറ്റിയും കൂടി നമുക്കിവിടെ അഷർ ചെയ്യാൻ പറ്റും. അറ്റ് ദിസ് പോയിന്റ് മോസ്റ്റ് സെക്കൻഡ് ജനറേഷൻ ഫ്യൂവൽസ് ആർ അണ്ടർ ഡെവലപ്മെൻറ്റ് ആൻഡ് നോട്ട് വൈഡ്ലി അവൈലബിൾ ഫോർ യൂസ്. അപ്പോൾ ഇപ്പോഴും റീസെൻ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബയോഫ്യൂവൽസൊക്കെ എന്താണ്? സെക്കൻഡ് ജനറേഷൻ ബയോഫ്യൂവൽസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ജനറേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ജനറേഷൻ്റെ യൂസേജ് വളരെ കുറവാണ്. ഇതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. ബയോ ഹൈഡ്രജൻ ഈസ് വൺ ഓഫ് ദി എക്സാമ്പിൾ ഫോർ സെക്കൻഡ് ജനറേഷൻ ബയോഫ്യൂവൽസ്. ഇനി നിങ്ങൾ നോക്കുക, അടുത്തതാണ് തേർഡ് ജനറേഷൻ ബയോഫ്യൂവൽസ്. ഇറ്റ് ഹാസ് ഓൺലി റീസെൻ്റ്ലി എൻറ്റേർഡ് ദി മെയിൻ സ്ട്രീം ആൻഡ് റെഫേഴ്സ് ബയോഫ്യൂവൽ ഡിറൈവ്ഡ് ഫ്രം ആൽഗി. അപ്പോൾ ഇനി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ടൈപ്പ് ബയോഫ്യൂവലാണ് ബേസിക്കലി എന്ത് പറയുന്നത്, തേർഡ് ജനറേഷൻ ബയോഫ്യൂവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇതാണ് നമുക്ക് ബയോഫ്യൂവൽസ് ചോദിക്കുമ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ജിയോ തെർമൽ എനർജി, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ നോട്ട്സ് ആദ്യം ഒന്ന് നോക്കാം, അതിനുശേഷം നമുക്ക് PPT എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ജിയോ തെർമൽ എനർജി, നമ്മൾ കുറേ ടൈപ്പ് എനർജീസ് പറഞ്ഞു. ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഈസ് എ തെർമൽ എനർജി ജനറേറ്റഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ ദി എർത്ത്. ഇതിനാണ് നമ്മൾ ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. സോ എർത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന തെർമൽ എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. സോ ജിയോ മീൻസ് എർത്ത് ആൻഡ് തെർമൽ മീൻസ് ഹീറ്റ്. The geothermal energy of earth crust originate from original formation of our planet and from radioactive decay of material. Geothermal power is cost effective, reliable, sustainable and environmental friendly.
Heat from the earth can be used as the energy source in many ways, from large and complex power station to small and റിലേറ്റീവ്ലി സിമ്പിൾ പമ്പിംഗ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ജിയോ തെർമൽ എനർജിയുടെ സ്പെഷ്യാലിറ്റി നമ്മൾ എർത്തിൻ്റെ എത്രത്തോളം ഡെപ്തിലേക്ക് പോകുന്നോ അതിനനുസരിച്ച് ഹീറ്റ് എനർജി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഈ ഒരു റിസോഴ്സിൽ നിന്നാണ് നമ്മൾ ജിയോ തെർമൽ എനർജി എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട് ജിയോ തെർമൽ എനർജി. ഞാൻ ആദ്യം നോട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം PPT പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ദ സെൻറ്റർ ഓഫ് ദി എർത്ത് ഈസ് അബൌട്ട് 6000 degrees Celsius. Even a few kilometers down, the temperature can be over 250 degrees Celsius. Hot rocks under the earth's surface heat water to produce steam. Holes are drilled down to the hot region and steams come up. The steam is purified and used to drive turbine and generate electricity. If there is no natural groundwater, we may need to pump water down to the hot region and convert it to steam. Geothermal energy can be used to geothermal heating. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 6000 ഡിഗ്രി സെൽഷ്യസ് വരെ ഉള്ള ടെമ്പറേച്ചർ നമുക്ക് എർത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഒരു കുറച്ച് കിലോമീറ്റേഴ്സ് പോയാൽ തന്നെ 250 ഡിഗ്രി സെൽഷ്യസിന് എബോ ഉള്ള ടെമ്പറേച്ചർ നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഈ ടെമ്പറേച്ചർ വാട്ടറിൽ നിന്ന് സ്റ്റീം ജനറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇവിടെ ജിയോ തെർമൽ എനർജിയുടെ ജിയോ തെർമൽ പവർ പ്ലാന്റിനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത് 2 പർപ്പസിന് യൂസ് ചെയ്യും. അതിലൊന്നാണ് ജിയോ തെർമൽ ഹീറ്റിംഗ്, ഒന്നാണ് ജിയോ തെർമൽ ഇലക്ട്രിസിറ്റി. ജിയോ തെർമൽ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ the hot steam or water under the earth's surface can be brought to the surface and directly used for domestic heating purpose. അപ്പോൾ നമ്മൾ നോർമൽ വാട്ടറിനെ ഹീറ്റിംഗ് പർപ്പസിൽ നിന്ന് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ജിയോ തെർമൽ ഹീറ്റിംഗ് എന്ന് പറയാം. എന്തായിരിക്കും ജിയോ തെർമൽ ഇലക്ട്രിസിറ്റി? ഹോട്ട് സ്റ്റീം ഓർ വാട്ടർ അണ്ടർ ദി എർത്ത് സർഫസ് ക്യാൻ ബി ബോട്ട് ടു ദി സർഫസ് ആൻഡ് യൂസ്ഡ് ടു റൺ സ്റ്റീം ടർബൈൻ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. സ്റ്റീം ടർബൈനെ റൺ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ജിയോ തെർമൽ എനർജിയെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ജിയോ തെർമൽ ഇലക്ട്രിസിറ്റി എന്ന് പറയാം. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സ്ലൈഡ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജിയോ തെർമൽ എനർജിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് ദി ഹീറ്റ് എനർജി സ്റ്റോർഡ് ഇൻ ദി എർത്ത് ജനറേറ്റഡ് ബൈ നാച്ചുറൽ സോഴ്സസ്. ഓക്കെ, ഫ്രം ദി ഡീകേ ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ ദാറ്റ് ആർ എംബഡഡ് വിത്തിൻ ദി എർത്ത്, ഫ്രം ദി റെസിഡുവൽ ഹീറ്റ് ലെഫ്റ്റ് ഓവർ ഫ്രം ദി എർത്ത് ഫോർമേഷൻ. The rest of the energy comes from the meteorite impact. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത് എർത്ത് സർഫസിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയാണ്. ഈ ഹീറ്റ് എനർജി വെച്ചിട്ടാണ് ജിയോ തെർമൽ എനർജി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണ് ജിയോ തെർമൽ എനർജി നോക്കുകയാണെങ്കിൽ, ദ ഹീറ്റ് ജനറേറ്റഡ് ഫ്രം ദി എർത്ത് കോർ ഈസ് കോൾഡ് ജിയോ തെർമൽ എനർജി. ഇതാണ് അതിൻ്റെ ഡെഫിനീഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എർത്തിൻ്റെ കോറിലേക്ക് പോകുന്തോറും ഹീറ്റ് എനർജി കൂടി വരും. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ജിയോ തെർമൽ റിസോഴ്സസ്? 3 രീതിയിലുള്ള ജിയോ തെർമൽ റിസോഴ്സസ് അവൈലബിൾ ആണ്. ഒന്ന് നാച്ചുറൽ സ്റ്റീം റിസർവോയർ, ഒന്ന് ഹോട്ട് വാട്ടർ റിസർവോയർ, ഒന്ന് ജിയോ പ്രഷേർഡ് റിസർവോയർ. നിങ്ങളത് ജസ്റ്റ് അത് എന്തൊക്കെ ടൈപ്സ് ഉണ്ടെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെ 3 സോഴ്സസ് ആണ് ബേസിക്കലി ജിയോ തെർമൽ റിസോഴ്സസിനുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ജിയോ തെർമൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആണ് അല്ലേ. ഈ ഫിഗർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 എന്ന് പറയുന്നത് നമ്മൾ എർത്ത് സർഫസിൽ നിന്ന് ഹോട്ട് വാട്ടറിനെ പമ്പ് ചെയ്യും, റൈറ്റ്. ഹോട്ട് വാട്ടറിനെ പമ്പ് ചെയ്യും. ഈ ഹോട്ട് വാട്ടർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റീം ജനറേറ്റ് ചെയ്യും. ഈ സ്റ്റീം വെച്ച് നിങ്ങൾക്ക് ഇവിടെ ടർബൈൻ കാണാം. ഈ ടർബൈൻ എന്ന് പറയുന്നത് സ്റ്റീം ടർബൈനാണ്. അപ്പോൾ നമ്മൾ പമ്പ് ചെയ്ത ഹോട്ട് വാട്ടർ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ടർബൈൻ എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റീം ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്ററിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിസിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ഹോട്ട് വാട്ടറിനെ പമ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 എന്താണ്, സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റീം ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. സ്റ്റീം ഓൾറെഡി ജനറേറ്റഡ് ആയിരിക്കും. ദിസ് ഇസ് സ്റ്റെപ്പ് നമ്പർ 2. ജനറേറ്റ് ചെയ്ത സ്റ്റീമിൽ നിന്ന് ടർബൈനിലേക്ക് പാസ് ചെയ്യുക എന്ന് പറയുന്നതാണ് സ്റ്റെപ്പ് നമ്പർ 3. ടർബൈൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വാട്ട് ഈസ് മീൻ ബൈ ടർബൈൻ? ടർബൈൻ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്. ഇതിനൊരു സ്പെസിഫിക് എനർജി, ഇതിനൊരു ഹീറ്റ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ റൊട്ടേഷൻ എനർജി വെച്ചിട്ട് നമുക്ക് ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യാം. ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് 1, 2, 3 എന്നുള്ള സ്റ്റെപ്പ്.
അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മളൊരു ഹോട്ട് വാട്ടറിനെയാണ് പമ്പ് ചെയ്തത്. ഈ പമ്പ് ചെയ്ത ഹോട്ട് വാട്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം, നാലാമത്തെ സ്റ്റെപ്പിൽ കൂൾ ചെയ്തിട്ട് തിരിച്ച് എർത്തിലേക്ക് തന്നെ ഇഞ്ചെക്ട് ചെയ്യാം. ഈ രീതിയിലാണ് ജിയോ തെർമൽ പവർ പ്ലാന്റ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ പറയുന്നുണ്ട് ഡയറക്റ്റ് സോഴ്സസ് ഫങ്ഷൻ ബൈ സെൻഡിങ് വാട്ടർ ഡൗൺ ടു എ വെൽ ടു ബി ഹീറ്റഡ് ബൈ ദി എർത്ത് വാം. Then the heat pump is used to take the heat from the underground water to the substance that heat the house. Then after the water it is cooled is injected back into the earth. അല്ലേ, അപ്പോൾ ഹോട്ട് വാട്ടറിന് എർത്ത് റിസീവ് ചെയ്യുക, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസിന് ശേഷം അതിനെ കൂൾ ചെയ്തിട്ട് തിരിച്ച് എർത്തിലേക്ക് തന്നെ ഇഞ്ചെക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ജിയോ തെർമൽ പവർ പ്ലാന്റിൻ്റെ അപ്ലിക്കേഷൻ അല്ലേ, ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് പറയാൻ പറ്റും. ഒന്നാണ് സ്പേസ് ഹീറ്റിംഗ്, എയർ കണ്ടീഷനിങ്, ഡ്രൈയിങ്, ഗ്രീൻ ഹൗസസ്, അക്വാകൾച്ചർ, ഹോട്ട് വാട്ടർ, മെൽറ്റിംഗ് സ്നോ. ഇത്രയും അപ്ലിക്കേഷൻസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ജിയോ തെർമൽ എനർജി യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ പറയുന്നുണ്ട് സ്നോ മെൽറ്റിംഗ്, തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ഐസിനെ മെൽറ്റ് ചെയ്യാൻ നമുക്ക് ജിയോ തെർമൽ എനർജി യൂസ് ചെയ്യാം. അതുപോലെ അക്വാകൾച്ചറിൽ യൂസ് ചെയ്യാം, സ്പേസ് ഹീറ്റിംഗ് ഓർ കൂളിങ്ങിന് യൂസ് ചെയ്യാം, ഗ്രീൻ ഹൗസസിൽ യൂസ് ചെയ്യാം. അതായത് വളരെ ക്ലിയർ ആണ്, തണുപ്പുള്ള സ്ഥലങ്ങളിൽ ചൂട് ഒരു ഹോട്ട് കണ്ടീഷൻസ് ജനറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ബേസിക്കലി നമ്മൾ ജിയോ തെർമൽ എനർജി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജിയോ തെർമൽ എനർജിയുടെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഹോം ഗ്രൗണ്ട് എനർജി, ഗുഡ് ഓൾട്ടർനേറ്റീവ് ടു ഫോസിൽ ഫ്യൂവൽ, ലെസ് ഗ്യാഷ്യസ് എമിഷൻ, low maintenance, saves energy up to 50% in comparison to the conventional system, independent of weather, a sustainable source of energy. ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ may cause land subsidence. This can lead to an increase of seismic activity. Land subsidence കൂടുതൽ വേണമെന്നാണ് പറയുന്നത് അല്ലേ. Can salinate the soil if the water is not injected back to the reserve after the heat is extracted. വളരെ ക്ലിയർ ആണ്, നമ്മൾ കറക്റ്റായിട്ടുള്ള കൂളിംഗ് ചെയ്യാതെ എർത്തിലേക്ക് തിരിച്ച് അതിനെ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്രോബ്ലംസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത് അല്ലേ. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ക്യാൻ റിലീസ് H2S അല്ലേ. ഇതുപോലത്തെ H2S എന്നുള്ള ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. സോ ദ പവർ പ്ലാന്റ് ദാറ്റ് ഡു നോട്ട് ഇഞ്ചെക്ട് ദി കൂൾഡ് വാട്ടർ ബാക്ക് ഇൻ ടു ദി ഗ്രൗണ്ട് ക്യാൻ റിലീസ് H2S, ദി rotten X gas. This gas can cause problems if large quantities of escape because inhaling too much is fatal. അപ്പോൾ H2S എന്നുള്ള ഇത് എർത്ത് സർഫസിന് തന്നെ ഡാമേജ് സംഭവിപ്പിക്കാം. അപ്പോൾ ഇത് റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ നമ്മൾ ജിയോ തെർമൽ എനർജിയുടെ ബേസിക് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു. ഇതിന് മുന്നേ കുറേ ടൈപ്പ് എനർജീസ് പഠിച്ചു സസ്റ്റൈനബിൾ എഞ്ചിനീയറിങ്ങിൽ. അപ്പോൾ എങ്ങനെയാണ് എനർജി, ഓഷനിൽ നിന്ന് എങ്ങനെയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ബേസിക്കലി 70% ഓഫ് എർത്ത് ഈസ് കവേർഡ് വിത്ത് വാട്ടർ ആൻഡ് ഓഷൻസ് ആർ ദി സ്റ്റോർ ഹൗസ് ഓഫ് എനർജി. അപ്പോൾ നമുക്ക് തന്നെ അറിയാം 70% വാട്ടറാണ്. അപ്പോൾ ഈ വാട്ടറിൽ നിന്ന് എങ്ങനെയൊക്കെ എനർജി ഉണ്ടാക്കാമെന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. സോ എനർജി ഓഫ് ഓഷൻസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ത്രൂ 2 ഫിനോമിനാസ്. 2 ഫിനോമിനാസ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഓഷൻസ് ത്രൂ എനർജി ക്രിയേറ്റ് ചെയ്യാം. അതിലൊന്നാണ് ടൈഡൽ എനർജി, ഒന്നാണ് ഓഷ്യൻ എനർജി. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ഒന്നാണെന്ന് തോന്നാം, പക്ഷേ രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ടൈഡൽ എനർജി എന്നാണ്. സോ വാട്ട് ഈസ് ടൈഡൽ? ഇവിടെ ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈഡ്സ് ആർ ദ ലോങ് പീരിയഡ് വേവ് ദാറ്റ് ഒക്വർ ഇൻ ദി ഓഷ്യൻ. These are caused by the combined gravitational effects of sun, moon and by the rotation of earth. The two forces that give to rise the tide and gravitation and centrifugal force. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഒരു നാച്ചുറൽ ഫിനോമിന വഴിയാണ് ബേസിക്കലി എന്തുണ്ടാവുന്നത്, ടൈഡ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ 3 റീസൺസ് പറയുന്നുണ്ട്. ഒന്ന് ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് ഓഫ് സൺ, മൂൺ ആൻഡ് റൊട്ടേഷൻ ഓഫ് എർത്ത്. ഈ 3 റീസൺ കാരണമാണ് ടൈഡ്സ് ഉണ്ടാവുന്നത്. ഈ ടൈഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈഡൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൈഡൽ എനർജിയുടെ ഡെഫിനേഷൻസ് പറയുകയാണെങ്കിൽ ദ ടൈഡൽ എനർജി ഈസ് എ ഫോം ഓഫ് ഹൈഡ്രോ പവർ വിച്ച് കൺവേർട്ട് ദി എനർജി ഒബ്റ്റെയിൻ ഫ്രം ടൈഡ് ഇൻ ടു യൂസ്ഫുൾ എനർജീസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ടൈഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത എനർജിയെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ടൈഡൽ എനർജി കൺവേർഷൻ എന്ന് പറയുന്നത്. ദ ടൈഡൽ എനർജി ഈസ് റിസൾട്ട് ഓഫ് sun and moon influence over the ocean. The height difference between low and high tide give to rise tidal current in coastal areas which drive the turbine.
അപ്പോൾ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള. അപ്പോൾ ഓൾറെഡി നമുക്ക് ജനറേറ്റ് ചെയ്ത ടൈഡിൻ്റെ ഹൈ ലെവലും ലോ ലെവലും ഈ ഒരു പ്രോസസ്സിന് കാരണമാവുമെന്നാണ് പറയുന്നത്. സോ ദ ടൈഡൽ എനർജി ഈസ് ഓൾസോ കോൾഡ് ടൈഡൽ പവർ. ദ ടൈഡൽ പവർ യൂട്ടിലൈസസ് ദി എനർജി കണ്ടെയ്ൻ ഇൻ ടൈഡ് ടു പ്രൊഡ്യൂസ് ദി ഇലക്ട്രിസിറ്റി. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇതാണ് ടൈഡൽ എനർജി. ഇപ്പോൾ ടൈഡൽ എനർജീൻ്റെ രണ്ട് കാറ്റഗറി, രണ്ടല്ല ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. രണ്ട് കാറ്റഗറീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ടൈപ്പാണ് ടൈഡൽ സ്ട്രീം സിസ്റ്റം. സോ ദ കൈനറ്റിക് എനർജി ഓഫ് മൂവിങ് വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ പവർ ടർബൈൻ. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ ഓഷ്യൻസിൽ എന്ത് വെച്ചു, ഒരു ടർബൈൻ, ഒരു ജനറേറ്ററൊക്കെ വെച്ചു, ഒരു ടർബൈൻ വെച്ചു. ടർബൈൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈഡൽ സ്ട്രീം സിസ്റ്റം വഴി ടർബൈനെ കറക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ ടൈഡൽ സ്ട്രീം സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം അല്ലെ, ഒരു ജനറേറ്ററും ഒരു ടർബൈനൊക്കെ കാണാം, ടൈഡ്സ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ കാണാം. ഈ രീതിയിലുള്ള, ഇതാണ് ഫസ്റ്റ് കാറ്റഗറി, ടൈഡൽ സ്ട്രീം സിസ്റ്റം. സെക്കൻഡ് കാറ്റഗറി നിങ്ങൾ നോക്കുക, ടൈഡൽ ബാരേജ് എന്ന് പറയും. സോ മേക്ക് ദി യൂസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈ ആൻഡ് ലോ റേറ്റ്. സോ ടൈഡലിൻ്റെ ഹൈ റേറ്റും ലോ റേറ്റും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓരോരോ ഫിനോമിനയ്ക്ക് അനുസരിച്ച് ഓരോ ഹൈറ്റാണ് വരിക. ഈ ഹൈറ്റ് ഡിഫറൻസിൽ നിന്ന്, ഈ ഹൈറ്റ് ഡിഫറൻസ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എനർജി ജനറേറ്റ് ചെയ്യുന്നതിനാണ് ടൈഡൽ ബാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക രണ്ട് കാറ്റഗറീസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ യൂസ് ഓഫ് ടൈഡൽ എനർജിയാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. യൂസ് പറയുകയാണെങ്കിൽ ടൈഡൽ ഇലക്ട്രിസിറ്റിയാണ് ഫസ്റ്റ് യൂസ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂസ് ഓഫ് ടൈഡൽ എനർജി ഈസ് ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി കോൾഡ് ടൈഡൽ ഇലക്ട്രിസിറ്റി. ദ ഇലക്ട്രിക് പവർ ജനറേറ്റഡ് ഫ്രം ദി ടൈഡ് ഈസ് റിലയബിൾ ആസ് ടൈഡ് ആർ പ്രഡിക്റ്റബിൾ ആൻഡ് യൂണിഫോം ഇൻ നേച്ചർ. ഗ്രെയിൻ മിൽ എന്നാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. നമ്മൾ വിൻഡ് മില്ലൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഗ്രെയിൻ മിൽ. അപ്പോൾ ചില കൺട്രീസിൽ ഗ്രെയിൻ മിൽസിൽ നമുക്ക് അതിൻ്റെ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ടൈഡൽ എനർജി ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. മെയിൻ മൂന്നാമത്തെ യൂസ് നോക്കുക, എനർജി സ്റ്റോറേജ്. ഇപ്പോൾ ഒരു ലൈഫ് ടൈം സ്റ്റോറേജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലോങ് ടൈം സ്റ്റോറേജ് ആയിട്ട് എനർജി നമുക്ക് ടൈഡൽ എനർജി വഴി ജനറേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. സോ ദ ടൈഡൽ എനർജി ഈസ് ഓൾസോ യൂസ് ടു സ്റ്റോർ എനർജി ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് ഡാം വിച്ച് ആക്ട് ആസ് ലാർജ് എനർജി സ്റ്റോറേജ്. ദ ടൈഡൽ ബാരേജസ് ആൻഡ് റിസർവോയർ ക്യാൻ ബി മോഡിഫൈഡ് ടു സ്റ്റോർ എനർജി. നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ തന്നെ നമ്മൾ ഈ മെത്തഡോളജീസ് യൂസ് ചെയ്തിട്ട് എനർജി എന്ത് ചെയ്യാറുണ്ട്, സ്റ്റോർ ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്താണ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു കോസ്റ്റ് ഡ്യൂറിങ് ഹൈ സ്റ്റോംസ്. ഇതാണ് പറയുന്നത് അല്ലേ. അപ്പോൾ സ്റ്റോമിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നതിന് ടൈഡൽ ബാരേജസ് ആർ കേപ്പബിൾ ടു പ്രിവെൻറ്റ് ഡാമേജസ് ടു ദി കോസ്റ്റ് ഡ്യൂറിങ് ഹൈ സ്റ്റോം. ദേ ആർ ഓൾസോ സെർവ് ടു ക്രിയേറ്റ് ഈസി ട്രാൻസ്പോർട്ടേഷൻ ബിറ്റ്വീൻ. അപ്പോൾ മൊത്തത്തിൽ ഒരു ഹൈ സ്റ്റോം വരുമ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ടൈഡൽ എനർജിയെ യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അടുത്തതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുക അല്ലേ. ടൈഡൽ എനർജീൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുക. ഫസ്റ്റ് അഡ്വാൻറ്റേജ് റിന്യൂവബിൾ എനർജിയാണ്, നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. ഗ്രീൻ, വാട്ട് ഈസ് മീൻ ബൈ ഗ്രീൻ? ദിസ് ഈസ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി സോഴ്സ് ഓഫ് എനർജി. മൊത്തത്തിൽ ഒരു ഹാംഫുൾ ഒന്നുമില്ലാതെ നമ്മൾ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടാണ് ടൈഡൽ എനർജി ജനറേറ്റ് ചെയ്യുന്നത്. പ്രഡിക്റ്റബിളാണ്, എത്രത്തോളം എനർജി നമുക്ക് കിട്ടും എന്നുള്ളത് ഓൾറെഡി പ്രഡിക്റ്റബിളാണ്, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അടുത്താണ് എഫക്റ്റീവ് അറ്റ് ലോ സ്പീഡ്. ചെറിയ സ്പീഡിൽ തന്നെ റൊട്ടേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ടൈഡൽ എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് നോക്കുക, എൻവയോൺമെൻറ്റൽ എഫക്റ്റ്. ദ ടൈഡൽ പവർ പ്ലാന്റ് generate green electricity but it affect the environment is not completely known. ചില രീതിയിൽ നമുക്ക് എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്, എസ്പെഷ്യലി ഡീഫോറസ്റ്റേഷൻ്റെ കേസിൽ നമുക്ക് ടൈഡൽ എനർജിയുടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയേണ്ടി വരും. ക്ലോൺ ടു സ്റ്റാൻഡ്, അതുപോലെ എക്സ്പെൻസീവ്. ദ ടൈഡൽ പവർ ആർ ഓൺലി ടു ബി കൺസ്ട്രക്റ്റഡ് ഇൻ ഏരിയ ക്ലോസർ ടു ലാൻഡ് ഡ്യൂ ടു ലിമിറ്റേഷൻ. ഹോപ്പ്ഫുള്ളി വെരി സൂൺ വി വിൽ ബി ഏബിൾ ടു കൺസ്ട്രക്ട് പവർ പ്ലാന്റ് ഇൻ ഏരിയ. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഒരു റെയർ പ്ലേസസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടൈഡൽ പവർ പ്ലാന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ടൈഡൽ പവർ പ്ലാന്റ്സ് എന്തായിരിക്കും, എക്സ്പെൻസീവ് ആയിരിക്കും. ഇതാണ് ഡിസഡ്വാൻറ്റേജ്. സോ നെക്സ്റ്റ് ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത് ഓഷ്യൻ വേവ് എനർജിയാണ്, സെക്കൻഡ് ടൈപ്പ് അല്ലേ. ഓഷ്യൻ വേവ് എനർജിയും ടൈഡൽ എനർജിയും തമ്മിൽ കൺഫ്യൂഷനായി പോരുത്. ഓഷ്യൻ വേവ് എനർജി എന്ന് പറഞ്ഞാൽ ദ വേവ് കോസ്ഡ് ബൈ സ്ട്രോങ് ബ്ലോയിങ് ഓൺ ദി എർത്ത് ഓഫ് സർഫസ് ഓഫ് വിൻഡ്. അപ്പോൾ ഇവിടെ വിൻഡ് എന്നുള്ള പാരാമീറ്റർ വഴിയാണ് നമുക്ക് എനർജി കിട്ടുന്നത്. ടൈഡലിൽ അങ്ങനെയല്ല, ഒരു നാച്ചുറൽ ഫിനോമിന, ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് കിട്ടുന്നത് അല്ലേ. ദ കൈനറ്റിക് എനർജി ഓഫ് വേവ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. എ സ്ട്രക്ചർ ഈസ് എറക്റ്റഡ് ഇൻ ദി സീ വിച്ച് ഹാസ് എ പിസ്റ്റൺ അറ്റാച്ച്ഡ് ടു എ ടർബൈൻ.
the other end of the piston touches the ocean on water. So when there is a rising wave, a level of water increases, pushing the piston upwards. വളരെ ക്ലിയർ ആണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗറിൽ കാണാം, ഒരു പിസ്റ്റൺ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് പൊസിഷനിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു ഫോളിംഗ് പിസ്റ്റണും ഒരു റൈസ്ഡ് പിസ്റ്റണും, രണ്ടും രണ്ട് പൊസിഷനാണ്, റൈസിങ് വേവിലും ഫോളിംഗ് വേവിലും. അപ്പോൾ എന്തായിരിക്കും ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട്, റൈസിങ് വേവിലാണെങ്കിൽ ദ ലെവൽ ഓഫ് വാട്ടർ ഇൻക്രീസസ്, പുഷിംഗ് ദി പിസ്റ്റൺ അപ്വേർഡ്, ദ പിസ്റ്റൺ ഈസ് ടേൺ കണക്റ്റഡ് ടു എ ടർബൈൻ വിച്ച് റൊട്ടേറ്റ്സ് ആൻഡ് ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഈ ഒരു ഹൈ വാട്ടർ ലെവലിൽ നിന്നാണ് നമ്മൾ റൈസിങ് വേവിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വെൻ ദർ ഈസ് എ ഫോളിംഗ് വേവ്, ദ ലെവൽ ഓഫ് വാട്ടർ ഡിക്രീസസ്, പുഷിംഗ് ദി പിസ്റ്റൺ ഡൗൺവേർഡ്സ്, ദ പിസ്റ്റൺ ഈസ് ടേൺ കണക്റ്റഡ് ടു ടർബൈൻ വിച്ച് റൊട്ടേറ്റ് ദി ഇലക്ട്രിസിറ്റി. അപ്പോൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കാം, ഒന്ന് ലോ ലെവലിലും ഒന്ന് ഹൈ ലെവലിലും, അല്ലെങ്കിൽ ലോ ഓഷ്യനിലും ഹൈ ഓഷ്യനിലും നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം, വേവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഓൾറെഡി കുറച്ച് കോമൺ പോയിൻറ്റ്സ് പറയുന്നുണ്ട്. The waves are generated by the wind as it blows across the sea surface. Energy is transferred from the wind to wave. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. Wave energy is sometimes confused with the tidal energy, which is quite different. Waves travel vast difference across oceans, that is great speed. The longer and stronger wind blows over the sea surface, the higher, longer, faster and more powerful the sea is. അപ്പോൾ കുറേ സോഴ്സസ് ഉണ്ട് അല്ലേ സീക്ക്. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നുണ്ട്, റിന്യൂവബിൾ ആണ്, അതുപോലെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്. ഡിസഡ്വാൻറ്റേജ് പറയുന്നുണ്ട്, സസ്റ്റൈനബിൾ ടു സർട്ടൺ ലൊക്കേഷൻ, ഒരു സർട്ടൺ ലൊക്കേഷനിൽ മാത്രമേ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. എഫക്റ്റ് ഓഫ് മറൈൻ എക്കോസിസ്റ്റം, ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എൻറ്റയർലി 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഓഷ്യനിൽ നിന്ന് എങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു, ടൈഡൽ എനർജി പറഞ്ഞു, അതുപോലെ എന്ത് പറഞ്ഞു, വേവ് എനർജി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക.